നിയോഗിക്കാം. പുതിയ നിയമം പഴയ നിയമം ആരംഭിക്കുന്ന ഒരു കാര്യമാണ് പറയാറുണ്ട്. ആദ്യ ജലത്തിലെത്തിയിൽ ആ ചൈതന്യം ആവസിച്ചു. The Spirit of the Lord hovered over the water. പുതിയ നിയമത്തില് നിർമ്മല ജലത്തിന്റെ പേര് മേരി എന്നാണ്. ആ ചൈതന്യം അവളുടെ പേര് ആവസിച്ചു. അതുപോലെ സ്വസ്തി കർത്താവിലൂടെ നമ്മുടെ ഇതിൽ ആരംഭിക്കേണ്ട കരുതുക. വലിയ വേദപുസ്തകത്തില് ഏറ്റവും കഠിനമായ ഭാഗത്താണ് സ്റ്റേറ്റ്മെന്റ്. അതുകൊണ്ട് റിപ്പിക്കേഷനായിരിക്കും അത് പറഞ്ഞു തുടങ്ങേണ്ട ഒരു സാധ്യതയുണ്ട്. മറ്റ് 7:25-24 എന്താണെന്ന് അന്തിമദിനങ്ങൾ നിങ്ങൾ എന്നെ അടുത്ത് പറയും. ഇങ്ങനെ നാമത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട്, രോഗശാന്തി കൊടുത്തിട്ടുണ്ട്, അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്, ഭൂതങ്ങൾ ഉച്ചാരണം ചെയ്തെന്നൊക്കെ പറയും. എന്നോട് പറയും, എന്നെ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. ഇംഗ്ലീഷ് ഷാർപ്പാണ്. never knew എന്ന് വെച്ചാൽ ഒരു കാര്യമില്ലെന്നാണ്. നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തന്നെ എനിക്ക് അറിഞ്ഞുകൂടാണ്. എനിക്ക് വരുന്ന ബുദ്ധിമുട്ട് കഠിനമാണ്. ചെറിയ പ്രായത്തിൽ ആശ്രമത്തിൽ ചേരുക, 15 വയസ്സ് ഇങ്ങനെ ആവുന്നേ ഉള്ളൂ. ഇപ്പോൾ ഒരു 58 വയസ്സ് കഴിയുന്നു. ഒരു വർഷം കാര്യമായിട്ട് ബന്ധപ്പെട്ട് അകന്നു അടുപ്പിക്കുന്നു. അങ്ങനെ ഒരു ജീവിതത്തിലെത്തുമ്പോൾ എന്നെ കണ്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. എനിക്കറിയാവുന്ന വരുന്ന ആൾക്ക് എന്നെ അറിയാം. എനിക്കറിയാവുന്ന ഒരു പക്ഷേ നിങ്ങൾ ചേർത്ത് വെച്ചേക്കാവുന്ന വിചാരിക്കാവുന്ന ആൾക്കെന്നെ അറിയാം. ഇല്ലെങ്കിലോ ചവിട്ടി നിൽക്കണം. ഇത്തിരി മണ്ണിങ്ങനെ ഒലിച്ചു പോകുന്നു, പിടിച്ച ഒറ്റക്കം പൊടിഞ്ഞു പോകുന്നു. പൊതുവെ നമ്മളിങ്ങനെ വിചാരിക്കാറുണ്ട്, റിട്രീറ്റിനൊക്കെ പോകുന്നത് യേശുവിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാനും കേൾക്കാനാണ്. യേശുവിനെ കുറിച്ച് ഇപ്പം നിങ്ങൾക്ക് എന്താ കൂടുതലായിട്ട് അറിയാനും കേൾക്കുന്നത്? ഓൾമോസ്റ്റ് ഇങ്ങനെ സാച്ചുറേറ്റഡ് ആണ് ഇവിടെ അറിവുള്ളത്. എല്ലാം തന്നെ അറിയാം. അപ്പം നമുക്കൊരു റിട്രീറ്റ് നമുക്ക് ഇത്തിരി ഒന്ന് മാറി ചിന്തിച്ചാൽ നല്ലതായിരിക്കും. യേശുവിനെ എന്നെ അറിയാമോ? ഇല്ലെങ്കിലോ എവിടെ പാടുന്നത്? ഈ പറഞ്ഞ കാര്യത്തില ഒരാളിങ്ങനെ യേശു കേന്ദ്രിതമായിട്ട് ജീവിക്കുന്നവരെ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. എനിക്ക് ജീവിതം ഇത്തിരി മുമ്പ് പറയാൻ പോലും അവകാശം ഞാൻ വിചാരിക്കുന്നത്. കാരണം ഗാന്ധിയുടെ 25 ഒറ്റ വാക്കാണ് ഔന്നത്യമുള്ള കാര്യങ്ങൾക്ക് ആത്മാർപ്പണിക്കുക, നോബൽ കോസ്. അതിലേക്ക് തൽക്കാലം യേശുവിനേക്കാൾ നോബിളായിട്ടുള്ള കാരണം ഉദരത്തിന് വിലയില്ല. അതുമായിട്ട് അകന്നോ അടുത്തൊക്കെ ജീവിക്കുന്നവർക്ക് ഇതിൽ കൊണ്ടുവരാൻ അവകാശം. പക്ഷെ എപ്പോഴും ഓർമ്മിക്കണം, നമ്മളീ പറയുന്നതല്ല നമുക്ക് ശരീരഭാഷയുണ്ട്. ഏകദേശം നമ്മൾ 30 പേരെയാണ് ഞാൻ വിചാരിക്കുന്നത്. 30 പേരെ വിഷമുള്ള നോട്ട് പുസ്തകത്തിൽ കൊള്ളാൻ പറ്റാത്ത മാത്രമേ ഉള്ളൂ. കൊള്ളാം 30 പേര് കൊള്ളാമെന്ന് പറയുന്നതാണ്. കൂടി നിരാശയിലൊക്കെ മനുഷ്യ പറയുന്ന വാക്കാണ് എന്തെങ്കിലും നമ്മൾ പറയുന്ന കൊള്ളാൻ വേണ്ടിയിട്ട് ബന്ധമുണ്ടോ? ഇതൊരു പോളാർ ഡിഫറൻറ്റ് എൻറ്റിറ്റിയാണ്. ഇതിൽ നമ്മൾ വിളിക്കുന്ന വാക്കാണ് ഈ ശരീരഭാഷ എന്ന് പറയുന്നത്. ഈ മനുഷ്യർക്ക് ശരീരഭാഷയുള്ള കണക്ക് ഇതിന് ശരീരഭാഷയുണ്ട്. ഈ ശരീരം കൊണ്ട് കാര്യം കളിപ്പിക്കാൻ പറ്റില്ല. ദുഃഖം പറയുമ്പോഴെങ്കിൽ ഇരിക്കുന്ന രീതിക്കകത്ത് ദുഃഖമുണ്ട്. ഇങ്ങനെ സൈക്കിൾ കോഴ്സ് പഠിപ്പിക്കുന്ന സ്ഥലം കൂടിയാണ്. അവർക്കായിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകൾ അവിടെ ഇങ്ങനെ അടിയായിട്ട് വരുന്നുണ്ട്. അതിലൊരു ടെക്സ്റ്റ് ബുക്കിന്റെ പേര് ബോഡി ക്യാൻ നൗ ബിട്രേ എന്നുള്ളതാണ്. ബോഡി ക്യാൻ ബിട്രേ. വേറെ പുസ്തകം കൂടി ഉണ്ട്, ബോഡി ഗിവ്സ് ദ സ്കോർ. ഈ ശരീരം എല്ലാം ഇങ്ങനെ റിഫ്ലക്ട് ചെയ്യും. എല്ലാം കൂടെ കളിപ്പിക്കാൻ പറ്റത്തില്ല. ബോഡി ലാംഗ്വേജ് വളരെ പ്രധാനമാണ്. മൈക്രോ മൂവ്മെന്റ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്.
നമുക്കിങ്ങനെ ശരീരഭാഷ ഉള്ളത് കണക്ക് വേദത്തിന് ശരീരഭാഷയുണ്ട്. വേദപുസ്തക ശരീരഭാഷ നമ്മൾ ഒരിക്കലും വാക്ക് ടെക്സ്റ്റർ ടെക്സ്റ്റർ. എനിക്ക് ബുദ്ധിമുട്ട് തരുന്ന ഈ പാഠഭാഗത്തിന്റെ ടെക്സ്റ്ററിന്റെ അപാകത ഒന്ന് കാണാണ്ട് നമുക്ക് തെറ്റിദ്ധാരണ വേണ്ടി കണ്ടിട്ട് നമുക്ക് വൈകുന്നേരം തെറ്റിദ്ധാരണയാണ് ഒരു കുറിപ്പ് ഉറപ്പായിട്ടും കൂടുതലായിട്ട് എഴുതാണ്ട് കുറിക്കുന്നാണ്ട് കുഴപ്പമില്ല, എന്നാലും അതിനൊരു സമയം ഉണ്ടാക്കുക. ഈ നമ്മൾ ചെയ്യുന്നവരാണ് നമ്മളെ തെറ്റിദ്ധാരണ. സ്പിരിച്വാലിറ്റി സെക്യുലർ ആക്ടിവിറ്റി എന്താണെന്ന് പറയുമ്പോൾ ഒരാൾ പറയുന്ന വെളുപ്പിന് എഴുന്നേൽക്കുന്നുണ്ട്, വേറെ പുസ്തകം വായിക്കുന്നുണ്ട്, കഥ ചെല്ലുന്നു, കൃത്യമായിട്ട് പള്ളിയിൽ പോകുന്നുണ്ട്, നോമ്പൊക്കെ വരുന്നു, നന്നായിട്ട് നോമ്പെടുക്കുന്നുണ്ട്, കുറച്ച് കമ്പാഷൻ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്, വീടുകൊള്ളുന്ന സംഘടനയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇങ്ങനെ നാം ചെയ്യുന്നില്ല പട്ടിക അതുകൂടി ചേർന്നിട്ടൊക്കെ തന്നെ ആയിരിക്കാം ആത്മീയത. വലിയ ആത്മീയതാണോ അല്ലെന്ന് പിടുത്തം കിട്ടാണ്ട് എക്സാമിന് അമ്മയെ കുറിച്ചൊരു പത്തൊക്കെ എഴുതാനൊക്കെ ആവശ്യപ്പെടുകയാണെങ്കിൽ 2 ചെറിയ മക്കൾ കൂടുതലുണ്ട്. അവർക്ക് ചിലപ്പോൾ 10 ലക്ഷം എഴുതാന്നുള്ളത് വളരെ എളുപ്പമാണ്. അമ്മ ചെയ്യുന്ന 10 ക്രിയകൾ എഴുതി വെച്ചാൽ മതി. കാരണം അമ്മ യങ്ങായിരിക്കുന്നത്. മകളെ എഴുന്നേൽക്കുന്നു, കഴിക്കുന്നു, എല്ലാവരും കേൾക്കുന്നു, പൊതുചോറ് തരുന്നു, 10 ക്രിയ. ഈ കൂട്ടത്തിൽ നല്ലൊരു സംഘം ആൾക്കാരും എബവ് 40 അവരവരുടെ അമ്മയെ കുറിച്ച് എന്തായിരുന്നു അമ്മ ഉണ്ടെങ്കിൽ. എന്റെ കാര്യത്തിൽ അമ്മ മരിച്ചുപോയി. മരിക്കുന്നതിന് 10 വർഷം മുമ്പ് അമ്മ ഇങ്ങനെ കിടപ്പിലായിരുന്നു. അമ്മ വീട്ടിൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഒന്നും ചെയ്യാത്ത അമ്മ ഒരു ദിവസം മരിച്ചുപോയി. പെട്ടെന്ന് വീടിനകത്തേക്ക് എന്തൊക്കെ കിട്ടാമെന്ന് വീടിനകത്ത് വീട്ടിൽ കൂടി പോകാനായിട്ട് കഴിയാണ്. വീട്ടിലേക്കുള്ള വഴി ഇങ്ങനെ പുല്ലുമുടി കിടക്കുകയാണ്. എന്റെ സഹോദരന്മാർ പുറത്ത് ഒരവധിക്കൊന്നും വരുന്നില്ല. അമ്മ എന്നൊരു കാരണം കൊണ്ട് ഈ വീട്ടിലേക്കുള്ള വഴി സജീവമായിരുന്നത് അമ്മയില്ല. അമ്മയായിരുന്നു സഹോദരങ്ങൾ തമ്മിൽ ബന്ധിപ്പിച്ച് നൂല് പൊട്ടിക്കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും എതിരിപ്പോയി. എന്താണ് അമ്മ ചെയ്യുന്ന കാര്യങ്ങളല്ല. നേരത്തെ പിടുത്തം കിട്ടിയ ഭാഗ്യവാന്മാർ ചെയ്യുന്ന കാര്യങ്ങളല്ല. പഠിച്ചത് തിരിച്ചാണ്. അത് പഠിപ്പിച്ച അധ്യാപകൻ നിരന്തരം പറഞ്ഞതിന്റെ കാര്യമൊക്കെ പിടുത്തം കിട്ടാനായിട്ട് പ്രായം വേണ്ടി വന്നു. യുവർ ബീങ് ദാറ്റ് മാറ്റർ. ബീങ് ആണ് മാറ്റേഴ്സ്. ഉണ്മയാണ് പ്രധാനം, ചെയ്യുന്നുള്ളതല്ല. ഇങ്ങനെ ആരോഗ്യം പോകും. ജോലി കഴിയുമ്പോൾ സൗന്ദര്യം മുമ്പ് സ്ട്രോക്ക് വരുമ്പോഴൊക്കെ നിങ്ങൾ തകർന്നു പോകും. ബീങ് ദാറ്റ് മാറ്റേഴ്സ്. ഗവൺമെന്റ് ചെയ്യുന്നവരോട് യേശു പറഞ്ഞു, മാർത്ത നീ വെറുതെ ഇരിക്കാൻ പഠിക്കുക. വെറുതെ ഇരിക്കാൻ പഠിക്കുക എന്ന് പറഞ്ഞൊരു കലയുണ്ട്. ഒരു കലയാണ് വെറുതെ ഇരിക്കുക. എന്തെങ്കിലും നല്ല അംശം വരുന്ന വാക്കം നല്ല ഭാഗം തന്നെ എന്നാ പറയുന്നത്. എന്താ നല്ല ഭാഗം എന്ന് പറഞ്ഞാൽ ഓടിക്കൊണ്ടിരിക്കുന്നതാണോ ഇങ്ങനെ ചുമ്മാ ഇരിക്കുന്നതാണോ? ചുമ്മാ ഇരിക്കുന്ന നല്ല ഭാഗം പറയുന്നത്. അതിനൊക്കെ നല്ല ഭാഗം എന്താണ്? പരമാവധി അയാളുടെ കൂടെ അവളുടെ കൂടെ ഇരിക്കുക. എന്താ നമ്മൾ മെമ്മറി എന്ന് പറയുന്നത്? ഈ കൂടെ ഇരുന്നോ മെമ്മറി എന്ന് പറയുന്നത്. ജ്യേഷ്ഠം മരിച്ചു, ചേട്ടത്ത് പറയുന്നത് ഇങ്ങനെ ഒരു രക്ഷയില്ല. ബോബി എന്ന് പറയുന്നത് എല്ലായിടത്തും ഇപ്പൊ പുള്ളിയുണ്ട്. കറക്ക് നോക്കാൻ ചെല്ലുമ്പോ ഇങ്ങനെ കൂടുതലുണ്ട്. ഇങ്ങനെ തുണി നനക്കാനുമ്പോ കൂടുണ്ട്, ടെറസുണ്ട്, ചെടിക്ക് നനക്കുമ്പോ കൊണ്ട് വലിയ ബുദ്ധിമുട്ടാന്നാ പറയുന്നത്. മെമ്മറി എന്ന് പറയുന്നത് കൂടെ ഇരുന്നതിന്റെ ഓർമ്മ. പ്രാക്ടിക് എന്താണ്? പരമാവധി കൂടിയിരിക്കുക. സ്പിരിച്വൽ അംശം എന്താണ്? വെറുതെ കണ്ണുകൂട്ടി കൂടിയിരിക്കും. നല്ല കണ്ണു തുറന്നിരിക്കുക, അല്ലെങ്കിൽ കണ്ണുടച്ചിരിക്കുക. ഒന്നതാണ് ഇത്രയും ഓട്ടം ചിലപ്പോൾ ജീവിതം ആക്കിയില്ല. നേരത്തെ ഇങ്ങനെ ബോധപൂർവം നില ഭാഗ്യവന്മാർ ഗുരുവൊക്കെ നാളുകൾക്ക് ഉപയോഗിക്കുന്ന വാക്കുകൾ അസ്പന്ദമായിട്ട് ജീവിക്കുന്ന മനുഷ്യർ. പിടിക്കാതെ
ക്ലോക്ക് ഇങ്ങനെ പിടിക്കാൻ നിൽക്കുന്ന വാക്കാണ് അസ്പന്ദത്തിൽ ജീവിക്കുന്ന മനുഷ്യരെ. രണ്ടും ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലേ. എന്തുമാത്രം കാര്യം ചെയ്തെങ്കിൽ മാത്രമേ ജീവിതം കൂടെ പോകുന്നത്. ചെയ്തേ പറ്റും. പലതിലും നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നികുതി കൊടുക്കേണ്ടതായിട്ട് രണ്ട് കാര്യം ചെയ്യുന്ന കാര്യത്തിനകത്ത് സ്നേഹമുണ്ടോ? നമ്മൾ ഏർപ്പെടുന്ന കാര്യത്തിനകത്ത് സ്നേഹമുണ്ടോ? ഈ പൗരൊക്കെ പറയുന്ന കണക്ക് അവന്റെ സ്നേഹം അവനെ നിർബന്ധിക്കുന്നു. ഒരു നിർബന്ധമുണ്ടോ? ലോകത്തെ ഏറ്റവും നിങ്ങൾക്ക് പിടുത്തം കിട്ടാവുന്ന ഒരു കാര്യം സ്നേഹക്കുറവാണ്. ഈ ബുദ്ധിയുടെ ഒരു പ്രിവിലേജ് പോലും ആവശ്യമില്ല. ഓട്ടിസ്റ്റിക്കായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു സ്ഥാപനത്തിൽ ചിലപ്പോഴെങ്കിലും പോകാറുണ്ട്. ഇവിടെ ഏറ്റവും ചെറിയ അളവിൽ സ്നേഹവ്യതിയാനം പോലും ഈ പിടുത്തം കിട്ടും. അവരിന് അടുത്ത് വരത്തില്ല. അല്ലെങ്കിൽ അടുത്ത് നിന്ന് കൈ ഇങ്ങനെ കഴിക്കൊണ്ടേയിരിക്കും. രണ്ടും ചെയ്യുന്ന ഒരു സ്നേഹമുണ്ടോ? ജീവിതത്തിൽ സമയന്റെ വിരുദ്ധമേശ പോലെ ഒത്തിരി കാര്യങ്ങൾ വെച്ച് വിളമ്പുന്നുണ്ട്, പക്ഷെ സ്നേഹമില്ല. അതുകൊണ്ടാണ് യേശു ആ സ്ത്രീ വന്നപ്പോൾ യേശു സമാധാനമാവുകയാണ്. അവിടേക്ക് അവൾക്ക് ക്ഷണമൊന്നുമില്ല. അപ്പത്തൊന്നും ഇച്ഛാശക്തി കാണിച്ചോട്ടിരിക്കുന്നു. നെടുപോയൊരു സ്ത്രീയാണ്. അതുകൊണ്ട് കണ്ടുള്ളവർക്ക് ഇടറിയ മനുഷ്യന്റെ കാൽപ്പാദങ്ങളാണ്. ജീവിതത്തിൽ ആ ഇടറാത്തൊരു മനുഷ്യന്റെ കാൽപ്പാദം കണ്ടപ്പോൾ കരയണം തോന്നി. വലിയവായി നിലവിളിച്ചു. കണ്ണീരുകൊണ്ട് ഇങ്ങനെ ഈ പാദം നനച്ചു. തലമുടി തെരുതല ചുംബിച്ചുകൊണ്ടേയിരുന്നു. രാത്രി മനസ്സിൽ എതിരെ സ്ത്രീയെ തൊടുന്നതിന് അറിയാമോ? ആകപ്പാടറിയാവുന്ന കാര്യം ഈ ഉള്ളിലൂടെ പോകുന്ന കാര്യമാണ്. അവിടുന്ന് പറഞ്ഞ ശമേനെ നോക്ക്, അവൾ എത്രയാ സ്നേഹിക്കുന്നു. എന്നുവെച്ചാൽ ഇപ്പൊ നീ വിളമ്പടി വരുന്നതിനകത്ത് സ്നേഹമില്ല. ഞാൻ ഏകദേശം പറഞ്ഞുകൊണ്ട് കാര്യങ്ങളെല്ലാം തന്നെ 10-25 വർഷമായിട്ട് ഒട്ടു കാര്യം തന്നെ അവിടെ ടേപ്പിക്കാട് ഓൺ ചെയ്താണ് ഇത് പറയാൻ പറ്റും. ആരെക്കുറിച്ചാണ് പറയുന്നത് സ്നേഹം വേണമെന്നില്ല. ശരിക്കും സ്നേഹമുണ്ടോ ഇല്ല എന്നുള്ളത് ഈ 10 മിനിറ്റ് നിങ്ങൾക്ക് പോയിട്ടുണ്ടാകും. ഒരു ഗട്ട് ഫീലിംഗാണ്. ഏർപ്പെടുന്ന കാര്യത്തിനകത്ത് സ്നേഹമുണ്ട്. ദാമ്പത്യ സ്നേഹം എന്നൊക്കെ പറയുന്നത് ഈ മാരിജിനകത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതൊരു ദാമ്പത്യ പങ്കാളിയതിനു ശേഷം വെറുതെ ഒന്ന് ആലോചിച്ചാൽ നല്ലതായിരിക്കും. പോസ്റ്ററുണ്ടാവും. സ്നേഹം ഉണ്ടായിരുന്നു, അതോ ശരീരം മാത്രമേ ഉണ്ടായിരുന്നു? ഇപ്പം രണ്ടതാണ്. ഇവിടെ കാര്യങ്ങൾക്കൊക്കെ സ്നേഹമുണ്ടോ? ശമേനെ നോക്ക്, സ്നേഹിക്കുന്നത്. ദൈവം ഇങ്ങനെ സ്നേഹിക്കുന്ന 1-2 പേരെ നമ്മുടെ ഇങ്ങനെ ചെതറിയിട്ടിട്ടുണ്ട്. എന്നിട്ട് പറയും നമുക്ക് അവരെ സ്നേഹിക്കുന്നത്. അങ്ങനെ ശക്തമായ ഞാനത് ചെയ്തിട്ടുണ്ട്. ലോക ഏറ്റവും ഒബ്സീൻ ആയിട്ടുള്ള വാക്ക്, മോസ്റ്റ് ഒബ്സീൻ വേർഡ് ഈസ് ഞാൻ സംഭവം. അത് ഭയങ്കര ശക്തമായിട്ട് കത്തുമ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളിൽ ഒരാൾക്ക് അവിടെ പറ്റി ജീവിക്കുന്ന ആദ്യം പുറത്ത് കിടക്കുന്നവരാണ് യേശു പറഞ്ഞു, ആരെങ്കിലും എന്നെ ലഭിക്കാൻ ആശിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെ ഉപയോഗിക്കട്ടെ. ഏറ്റവും അവസാനമായി നിങ്ങൾ ഉപേക്ഷിച്ചത് എപ്പോഴാണ്? ഏറ്റവും അവസാനമായിട്ട് ഏറ്റവും അവസാനമായിട്ട് നിങ്ങൾ സോറി പറഞ്ഞതാണ്. ഐ ആം സോറി. വീട്ടില്ല. സോറി പറയാന്നൊക്കെ പറയുന്നത് ഇന്ന വാക്കാണ്. ഞാൻ ഉപേക്ഷിക്കുക. സോറി വിചാരിക്കരുത് ആവശ്യന്റെ അയാളായിരുന്നു തെറ്റുകാരൻ. അല്ല, എനിക്ക് എന്നെക്കാൾ ബന്ധമാണെന്നുള്ള എന്റെ അർത്ഥം. ഐ വാണ്ട് ടു മെയിൻറ്റെയിൻ ദിസ് റിലേഷൻഷിപ്പ്. വേറൊന്നുമല്ല. എപ്പോഴും സോറി പറഞ്ഞു ലാസ്റ്റായിട്ട് മക്കളോട് സോറി പറഞ്ഞു. ശക്തമായ അഹങ്കാരമല്ല കേട്ടോ. അഹങ്കാരം ഒരാൾക്കും ഇല്ല. അഹങ്കാരം ഒരു കഥയില്ല. ഷാഫുണ്ട്. ശക്തം. ഷാഫ് എന്ന് പറയുന്നത് എന്തോ ഒന്നിനെ തൊട്ടപ്പോൾ നിങ്ങൾ കടപ്പിടിച്ചു. അതാണ് നിങ്ങളുടെ അഹം. ഈ 30 സ്റ്റോറി ഉണ്ട്. അതിന്റെ അളവ് കുറക്കാൻ പറ്റുമെന്ന് ടേബിൾ ചെയ്യാൻ പറ്റുന്നതാണ് 3ാമത്തെ പ്രശ്നം. ഇതിലൂടെ ഞാൻ ചെയ്യാൻ പറ്റും. സമാധാനം ഉണ്ടാകുന്നറിയാവോ? ഒക്കെ ബാക്കിയുള്ളവർക്ക് വേണ്ടിയാണ് തെറ്റിദ്ധാരണ. അത് ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഗുണം ആർക്ക് കിട്ടിയിട്ടുണ്ട്? ആട്ടെ, മറ്റുള്ളവർക്ക് ഗുണപ്രദമായ ജീവിതം നിനക്കെന്ത് ഗുണം ചെയ്തിട്ടുണ്ട്? 4ാമത്തെ കാര്യങ്ങൾ എന്തുകൊണ്ട് നമ്മളെ സഹായിക്കാത്തത്?
മുപ്പത് വർഷം എന്ന് വിചാരിക്കും, 30 വർഷമായിട്ട് സുവിശേഷം പറയുന്ന എന്നെ കാണുമ്പോൾ എനിക്ക് സന്തോഷം വരണ്ടേ? നല്ല വർത്താനം പറയുന്ന ഒരാളല്ലേ, അത് കാണുമ്പോൾ സന്തോഷം വരണ്ടേ? 30 വർഷമായിട്ട് അധ്യാപകനായി റിട്ടയർ ആചാര്യനാവണ്ടേ? വർഷമായിട്ട് കൃഷി കണ്ടിരുന്ന കടലിൽ പോയിക്കൊണ്ടിരുന്ന ഒരാള് ഇങ്ങനെ 19 വർഷം ജൈവ മനുഷ്യനാവണ്ടേ? ഓർഗാനിക് 30 വർഷമായിട്ട് ഈ ഭക്ഷണം ചുടമ്പുന്ന ഒരു അവളുടെ ജീവിതത്തിലെ കൂട്ടിനെ ശ്രദ്ധിക്കണ്ടേ? പ്രോപ്പർ ബ്ലഡ് ഉണ്ടാവണ്ടേ എല്ലാത്തിനകത്തും? ഇത്ര ഭംഗിയായിട്ട് വന്നത് നമ്മളെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് നമ്മളെ സഹായിക്കുന്നത്? ആചാര്യന്മാരെ കുറിച്ച് പറയുന്നത് ദേശത്തെ ഏറ്റവും നല്ല അവരായിരുന്ന പറയുന്നത്, കാരണം അവരാണ് ഏറ്റവും നല്ല ബ്ലഡ് കണ്ടെത്തിയത്. യേശു എന്തൊരു ബുദ്ധിയുള്ള മനുഷ്യനല്ലേ? അവിടെ എങ്ങനെയാ പറഞ്ഞത്? നീ നിന്നെ സ്നേഹിച്ചത് നിന്റെ ആൾക്കാരനെ സ്നേഹിക്കുക. ഞാൻ ഇവിടെ ഇരിക്കുന്ന ഇത്രയും പേര് ജനം സ്വയം സ്നേഹിച്ചതെന്ന് പറയാൻ ധൈര്യങ്ങൾ എത്ര പേര് കൂട്ടത്തിലുണ്ടാവും? Have you loved yourself? ഞാനില്ല. ഇത്തിരി ഭക്ഷണം വിളമ്പുമ്പോ നല്ലൊരു കഷ്ണം മീൻതുണ്ടെടുത്തതല്ല ഈ സ്നേഹിച്ചടയാളം. ബസ്സിലായിരുന്നു, കാരണം കളിത്തിരി മാറിയപ്പോ തന്നെ ഇങ്ങനെ 3-4 പേര് ഇങ്ങനെ നിൽക്കൊണ്ട് ഇങ്ങനെ ആദ്യം ഓടിച്ചെത്തിക്കുന്നത് സ്നേഹിതന്റെ അടയാളമാണ്. 800 കോടി മനുഷ്യരുണ്ട്. 800 കോടി മനുഷ്യരിൽ വളരെ കുറച്ചു പേരോട് മാത്രമേ നിങ്ങൾക്ക് സ്നേഹം തോന്നിയിട്ടുള്ളൂ, കാരണം അവർക്ക് സ്നേഹമായ കാരണം ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളോട് സ്നേഹം തോന്നുന്ന കാരണങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. വിദേശത്തെ ഏറ്റവും വലിയ ആചാര്യം ഞാൻ വിചാരിക്കുന്നത് നാരായണ ഗുരുദേവനാണ്. അനവധിയായ പ്രതിഷ്ഠകൾ നടത്തി. ഒടുവിലെ പ്രതിഷ്ഠ എന്ന് പറയുന്ന പ്രതിഷ്ഠയായിരുന്നു. ഒരു കണ്ണാടി എടുത്ത് വെച്ചു. രാവിലെ കുളിച്ചു തൊഴുത് ഈ വിളക്കുകളുടെ ഇടയിലൂടെ നോക്കുമ്പോൾ കാണുന്നത് ഈ കണ്ണാടിയിൽ തെളിയുന്ന എൻ്റെ തന്നെ രൂപമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സെൽഫിനെ അപ്രിഷ്യേറ്റ് ചെയ്യാൻ പറ്റുമോ? അത്ര എളുപ്പമൊന്നുമല്ല. അവരവരുടെ ഇഷ്ടത്തിലാവുന്നത് വലിയുണ്ട്. അത് മറ്റുള്ളവരുടെ മുന്തിരിത്തോപ്പുകൾ അവർ എന്നിട്ട് എന്റെ മുന്തിരിത്തോപ്പ് മറന്നുപോയി. എല്ലാവരും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചെന്ന് പറയുന്നത്. സൺഡേ ക്ലാസ് അധ്യാപനം പറയുന്നതാണ്, മക്കളെ നമ്മൾ ഈ ലോകത്തിലായിരിക്കുന്ന മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. കുട്ടികൾ ചോദിക്കുന്നത് ഭാഷകാരന്റെ ലാഭത്തിന് വേണ്ടിയാണ്. അവർ പറഞ്ഞു ഇപ്പോഴില്ല. 30 വർഷം മുമ്പ് വരെ നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോഴേക്ക് ആ വീട്ടിലെ പുരുഷനില്ലെങ്കിൽ സ്ത്രീ വർത്തമാനമുണ്ട്, ഇവിടെ ആരുമില്ല. ഇതാണ് ഇങ്ങനെ അമേറ്റീവായിരുന്നു ബന്ധങ്ങളൊക്കെ. ഒരു ബാങ്കിന് അന്വേഷിച്ചില്ല, തലേന്ന് രാത്രി മറ്റൊരു ബാങ്കുമായിട്ട് ലയിച്ചു പോയി. SBD തിരിച്ചു എന്ന് പറയുന്നവർക്ക് ഈ കല്യാണം എന്നൊക്കെ പറയുന്നത് ഒരാളില്ലാതെ പരിപാടിയാണ് നമ്മൾ തിരിച്ചു. നിങ്ങൾ സ്നേഹിച്ചതുപോലെ അവളെ സ്നേഹിക്കുക. അവനവനെ സ്നേഹിക്കാൻ കുറച്ചുകൂടി നേരം വേണ്ടേ? അവനെ കണ്ടുപിടിക്കാനായിട്ട് അവനവന് ഇഷ്ടമുള്ള ജനങ്ങളെ കണ്ടെത്താനും. 5 ഇല്ലാതെ പോകുന്ന നീതിബോധം. ഈ ഭാഗം അവസാനിക്കുന്നത് എങ്ങനെയാണ്? അനീതി പ്രവർത്തിക്കുന്നവരിൽ നിന്ന് അകന്നു പോവുക. മിക്കവാറും പേർക്ക് ഒരു ട്രഡീഷണൽ ക്രിസ്ത്യൻ വിശേഷിപ്പിക്കാവുന്ന ഒരു ബന്ധമെഴുതുന്നുണ്ട്. നിങ്ങൾ അങ്ങനെ ഒരു ട്രഡീഷണൽ ക്രിസ്ത്യൻ ആണെങ്കിൽ, പാരമ്പര്യ ക്രിസ്ത്യാനിയാണെങ്കിൽ വെറുതെ ഓർത്തോളം നിങ്ങളുടെ ജീവിതത്തില് കാര്യമായ നീതിബോധത്തിന്റെ ഫലമുണ്ടാകും. ദീനെ പരിശോധിക്കുമ്പോൾ നീതിബോധം ഉണ്ടാകുന്നതാണ് പറയുന്നത് ഒരു കേരള. അങ്ങനെയാണ് ഒരു സ്വാതന്ത്ര്യ സമരത്തോട് പോലും കാര്യമായിട്ട് താല്പര്യം പുലർത്താത്ത കമ്മ്യൂണിറ്റിയായിരുന്നു ഇവിടുത്തെ ക്രിസ്ത്യൻസ് എന്ന് പറയുന്നത്. വാശിക്ക് വേണ്ടി ഇങ്ങനെ TM വർഗീസ്, കാമച്ചെറിയാൻ, ഈ സൈഡിൽ എന്നൊക്കെ പറയാമെന്ന് നമ്മളൊരു കൺവീനിയൻസ് ആയിരുന്നു, സൗകര്യങ്ങൾ കിട്ടിയായിരുന്നു. നമ്മളെപ്പോഴും സൗകര്യങ്ങളെ വിശ്വസിച്ചിരുന്നു. അസൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിനോടൊപ്പം ആയിരുന്നു. നീതിബോധം കാര്യമായിട്ടുണ്ടായിട്ടില്ല. ഭയങ്കര പാട്രിയാർക്കലായിരുന്നു നമ്മുടെ കമ്മ്യൂണിറ്റി.
ഇപ്പോൾ ട്രഡീഷണൽ ക്രിസ്ത്യൻ ചില വീടുകളിൽ ഇരുന്നിരിക്കുമ്പോൾ ഈ കോളേജൊക്കെ വിട്ട് വരുന്ന പേരുകൾ ഈ ഉമ്മറത്തോടി വരത്തില്ല, ഒരു വശത്തോടെയാണ് അതിലേക്ക് പോകുന്നത്. അത് കുഴപ്പമുള്ളതായിട്ട് ആ പോകുന്ന കുട്ടിക്ക് അവർക്കും അനുഭവപ്പെടുന്നില്ല. അത്രയും പ്രശ്നമുള്ളൊരു ക്രിസ്ത്യാനിറ്റി. നമ്മൾ നല്ലതുപോലെ ഹോംവർക്ക് ചെയ്താൽ മാത്രമേ ഇതിന് അടിസ്ഥാനം ഉണ്ടാകത്തുള്ളൂ. ദിവസത്തിലെ ഏറ്റവും അടിസ്ഥാനം ഒരു നീതിബോധമാണ്, സെൻസ് ഓഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. നമ്മുടെ പരിസരത്തിലുള്ളവർക്ക് ചില കാര്യങ്ങളൊക്കെ കിട്ടിയാന്ന് ഉറപ്പുവരുത്തി വിളിക്കുന്ന വാക്കാണ് നീതിബോധം. ബേസിക്സ് കിട്ടാന്ന് നീതിബോധം. നിങ്ങൾ പറയുമ്പോൾ റാമ്പ് പണിയുന്നതാണ് നീതിബോധം. വീൽ ചെയർ കിട്ടിയ ഒരാൾക്ക് വരട്ടെ, ഉദാഹരണമുള്ള സെന്ററുകൾ പണിയുമ്പോൾ അവിടെ നല്ലൊരളവിൽ വരുന്ന സ്ത്രീകളാണ്. അവർ ഉപയോഗിച്ച് കളയുന്ന മാസത്തിന്റെ ശീല സാനിറ്ററി നാപ്കിൻ കൺസേർണല്ലേ ഫ്ലഷ് ചെയ്താൽ മതി. ഫ്ലഷ് ചെയ്ത വെള്ളമൊക്കെ ഇങ്ങനെ പെരുകിപ്പോയൊരു ഒത്തിരി ഇൻസിഡൻസിനെ അവിടെ ആയിരിക്കും ഉണ്ടായിട്ടുള്ളത്. എന്താണ് മറച്ചു വെക്കാൻ ശ്രമിച്ചത്, അത് ഭയങ്കര വിസിബിൾ ആകും. ഒരു വീടിന്റെ കോൺടെസ്റ്റിലാണ് കഞ്ഞി ഇളക്കുമ്പോൾ ആദ്യത്തെ ഒരു കോപ്പ കഞ്ഞി പ്രായമുള്ളവർക്ക് എടുത്തു കൊടുക്കുന്ന രീതി പോകും. തണുത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ നല്ലതല്ല. നിങ്ങൾ വിവാഹത്തിനാണെങ്കിൽ കേൾക്കുക എന്നുള്ളതാണ് നീതിബോധം. അടിസ്ഥാന ആവശ്യങ്ങളൊന്നും കേൾക്കപ്പെടുക എന്നുള്ളതാണ്. ഫലമായി ഈ ആൺകുട്ടികൾ അമ്മമാരെ കണ്ടിട്ട് ഈ പുരുഷന്മാർ സ്ത്രീകളെ കണ്ടിട്ട് യേശു നല്ല പുരുഷനായിരുന്നു. അതിന് ഏറ്റവും നല്ല അടയാളം എന്ന് പറയുന്നത് വേദപുസ്തകത്തിലെ ഏറ്റവും ദീർഘമായ സംഭാഷണം യേശുവിന് ആ സമയക്കാർ സ്ത്രീകളുടെ ഇടയിലായിരുന്നു. മണിക്കൂറോളം യേശു പറഞ്ഞുകൊണ്ടേയിരുന്നു. പറയുന്നില്ല, മണിക്കൂറായിട്ട് പറയുന്നില്ല. ശിഷ്യന്മാർ മറ്റൊരു ഗ്രാമത്തിൽ പോയിട്ട് ഭക്ഷണം വാങ്ങി വരുന്നത് വരെ മിഡിൽ ഈസ്റ്റിലേക്ക് ഒരു ഭൂപടത്ത് തോന്നുന്നത് ഒരു ഗ്രാമം വേറെ ഗ്രാമങ്ങളാകാം. ഇവിടെ നിന്ന് കായംകുളത്ത് പോയി ഭക്ഷണം കൊണ്ടുവരിക നടന്നു വരിക എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ പ്രവേഴ്സ് അല്ലെങ്കിൽ അവളെ കേട്ടുകൊണ്ടേയിരുന്നു. നിങ്ങൾ വിചാരിക്കുന്ന ആൾക്ക് അവൾക്കൊരു പരിഹാരം പോലും ആവശ്യമില്ല, പക്ഷെ കേൾക്കപ്പെടുന്ന ആഗ്രഹിക്കുന്നുണ്ട്. റിട്രീറ്റ് പ്രകാരം ഞാൻ കഴിയുമ്പോൾ മുറിക്കകത്തേക്ക് വന്നിട്ട് പറഞ്ഞു വെച്ചാൽ ഇവിടെ ഞങ്ങൾക്ക് ഒന്ന് ഓർത്തെടുത്തപ്പോൾ ചില കാര്യങ്ങൾക്ക് മാറ്റം ഉണ്ടാകും. എന്താണത്? വീട്ടിൽ അമ്മ ഇങ്ങനെ തളർന്നു കിടപ്പുണ്ട്. ഒരു ദാരിദ്ര്യമൊക്കെ ഉള്ളത് കൊണ്ട് കാര്യമായിട്ട് ശ്രദ്ധിക്കാൻ പറ്റില്ല. പക്ഷെ അമ്മയ്ക്ക് എത്ര നാളുണ്ടെന്ന് അറിഞ്ഞുകൂട. എത്ര നാളുണ്ടെങ്കിലും മരിക്കോളം അമ്മയെ മഹാറാണി നോക്കാം. എന്നിട്ട് കണ്ണു തുടച്ച് പുറത്തേക്ക് പോകുന്ന ചെറുപ്പക്കാരൻ ചവിട്ടുതൊഴിലാളിയാണ്. ചവിട്ടുതൊഴിലാളിയെ മകൻ പറയുന്നു, റാണി നോക്ക് നടക്കുന്നു. ആ പോകുന്ന പേരാണ് നീതിമാൻ. ആ പോകുന്നവരുടെ പേരാണ് ആത്മീയ മനുഷ്യൻ. ഈ നീതിബോധം വളർന്ന മനുഷ്യനാണ് സ്പിരിച്വൽ. വേദപുസ്തകത്തിലെ ഏറ്റവും നീതിമാനായ ജോസഫ് എന്നായ പേര്. ഒറ്റ വാക്കുള്ളൂ, ജോസഫ് വാസ് ജസ്റ്റ്. ഒരു പറ്റി എക്സ്ട്രാ എഴുതുന്നില്ല. അങ്ങനെ വിശേഷിപ്പിക്കപ്പെടും. എന്റെ ജീവിതം അങ്ങനെ വിശേഷിപ്പിക്കപ്പെടുന്നില്ല. കുറച്ച് കമ്പാഷനേറ്റ് പേഴ്സൺ എന്നൊക്കെ ചിലപ്പോൾ പറയുന്നതായിരിക്കും. പക്ഷെ കഥ ജസ്റ്റ് പ്രീസ്റ്റ്. ഇങ്ങനെ ഒരു 5 കാര്യങ്ങളുണ്ട് ഈ ടെക്സ്റ്റിനകത്ത്. ദിനങ്ങളിൽ നിങ്ങൾ എന്തൊക്കെ വന്നിട്ട് പറയും, ഞാൻ നാം വെച്ചിട്ടുണ്ട്, രോഗശാന്തി ചെയ്തിട്ടുണ്ട്, അത്ഭുതങ്ങൾ ചെയ്യുന്നതൊക്കെ പറയുമ്പോൾ ഞാൻ നിന്നോട് പറയും, ഞാൻ നിന്നെ വരുന്നില്ല. എവിടെയാ പാടി അതെ. ഇതിനകത്തൊരു സുഖമില്ല. ഞാൻ തുടങ്ങുമ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ അറിയത്തില്ല എന്ന് പറയുന്നതിനകത്തൊരു സുഖമില്ല. മെലങ്കോളിക് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇല്ല, അവിടെ നമ്മൾ അറിയും, അല്ല അവിടെ പോകാനാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പുവരുത്താൻ നല്ലതാണ്, രണ്ടുപേർക്കിടയിൽ പിടുത്തം കിട്ടുന്നതെങ്കിൽ അവർക്കിടയിൽ പൊതുവായിട്ട് എന്തെങ്കിലും ഉണ്ടാവും. നമുക്ക് വിഷയം അതാണ്, യേശുവിന് ഇവിടെ എന്താ പൊതുവായിട്ടുള്ളത്. എല്ലാവരും പെട്ടെന്ന് പിടുത്തം കിട്ടും. ഇപ്പൊ അമ്മയെ കുറിച്ച് പറയുമ്പോഴേക്കും എനിക്കിപ്പോ മിക്കവാറും ഹൈ കോണ്ടാക്ട് ഉണ്ടായിട്ടുണ്ടാകും. അമ്മയെ കുറിച്ച് പറയുമ്പോൾ ചിലരെ കണ്ടിങ്ങനെ ആയിട്ടുണ്ടാകും. ഓൾമോസ്റ്റ് ഷുവറാണ് അവരുടെ അമ്മ മരിച്ചു പോയിട്ടുണ്ടാകും. ഒരേപോലെ പെട്ടെന്ന് പിടുത്തം കിട്ടും. അങ്ങനെയെങ്കിൽ പരസ്പരം പെടുത്ത വിധത്തിൽ യേശുവിൻ നിങ്ങൾക്ക് എന്താണുള്ളത്, എന്തൊരു കാര്യം. അതുകൊണ്ടാണ് ഇത്രയൊക്കെ ദൂരം സഞ്ചരിച്ച് 4-5 ദിവസം മാറ്റിയൊക്കെ വെച്ച് നിങ്ങൾ ഇവിടെ വരുന്നത്. എന്താ നടക്കുന്നത് എനിക്ക് വല്ല അറിയത്തില്ല. കാര്യമായിട്ടൊന്നും നടക്കുന്നത് വ്യത്യാസം ഉണ്ടാക്കുന്നതാണോ ഒരു കാര്യത്തിനകത്ത്.
16 വർഷമായിട്ട് ഇവിടെ തന്നെ ചുറ്റിപ്പറ്റിയുണ്ട്. ഇങ്ങനെ ഇതിലോട്ട് വരാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നത്, ചില വിരസമായ സംഭവം ശ്രദ്ധിച്ചിരിക്കുന്നത് ഇവിടത്തെ മതിപ്പുണ്ടല്ല പറഞ്ഞത് നിങ്ങൾക്കും അവനോടയിൽ പൊതുവായിട്ട് എന്തോളം ഉണ്ട്. 20 പേരുടെ കയ്യിലും ഒരു പൊന്നാണയം, ഒരു കൈ ഓട്ടക്കയല്ല. അപ്പൊ അതെന്താണെന്ന് വെറുതെ ഒന്ന് ലൊക്കേറ്റ് ചെയ്താൽ നല്ലതായിരിക്കും. യേശുവെ എനിക്ക് നിനക്കൊടയിൽ എന്താണുള്ളത് തോന്നുന്നുണ്ട്. സത്യവേദപുസ്തകത്തിന്റെ ഭാഷയിൽ എനിക്ക് നിനക്കൊടയിൽ എന്താണുള്ളത്. വാട്ട് ഈസ് ബിറ്റ്വീൻ us? അതാണ് മോർണിംഗ് മെഡിറ്റേഷൻ. വാട്ട് ഈസ് ബിറ്റ്വീൻ us? ഇയാൾക്ക് നമുക്കിവിടെ എന്താ പൊതുവായിട്ടുള്ളത്? ഇതൊന്ന് പറഞ്ഞു തീർത്താൻ ഞാനതൊന്ന് നോട്ട് പറയുമ്പോൾ റിപ്പീറ്റ് ചെയ്തോ. ടെക്സ്റ്റ് എടുത്തിരിക്കാൻ 7:22, 24 ഇതൊക്കെ കേട്ടാൽ മാത്രം മതി. എന്താണ് യേശുവിന്റെ അടുക്കൽ വരുമ്പോൾ പറയുന്നത്, എനിക്ക് നിന്നെ അറിയത്തില്ല എന്ന് പറഞ്ഞൊരു ഭാഗമാണ്. ബൈബിളിലെ ഏറ്റവും സ്റ്റേറ്റ്മെന്റ് ആണ് പറയുന്നത്. ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി ജീവിക്കുന്ന അയാൾ പറയുന്നത് എനിക്ക് എന്നെ അറിയത്തില്ല. ആ സ്റ്റേറ്റ്മെന്റ് ആണ് രണ്ടുപേർക്കിടയിൽ നോക്കിയാൽ അവർക്കിടയിൽ പൊതുവായിട്ട് എന്തെങ്കിലും ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ കണക്ട് ചെയ്യും. അങ്ങനെയെങ്കിൽ 3 പൊതുവായ കാര്യങ്ങൾ അതിന് പെട്ടെന്ന് വൈകിയേക്കാം. ഒന്ന്, പരിക്കൊക്കെ ഉണ്ടാകും. /woman ഒരു താല്പര്യമില്ല. ഈ നിൽക്കുന്ന ആൾ തൊട്ട് ഈ ഇരിക്കുന്ന എല്ലാവരും തന്നെ പരിക്കുള്ള മനുഷ്യനാണ്. വലിയ ബുദ്ധിയൊന്നും വേണ്ട. എല്ലാവർക്കും അവരുടേതായ പരിക്കുകളുണ്ട്. അങ്ങനെ 14,000 വർഷമായിട്ട് മനുഷ്യരാശി ഇങ്ങനെ കണക്ട് കണ്ടിരിക്കുന്നത് പരിക്കുള്ള ആളുകളാണ്. എന്തെങ്കിലുമൊക്കെ യേശുവിനെ കുറിച്ച് സംശയം വരുമ്പോൾ ചിലപ്പോൾ പറയും ഒരു ക്ഷതക്കാണ്. ഈ 30 പേർക്കും ക്ഷതമുണ്ട്. ചിലപ്പോൾ ചൈൽഡ്ഹുഡ് ട്രോമാറ്റിക് നമ്മൾ ഈ പ്രശ്നങ്ങളുണ്ട്. ഏതെങ്കിലും തരത്തിലൊക്കെ പരിക്കേറ്റ മനുഷ്യരാണ്. ഒന്നതാണ് പരിക്കുകളുടെ. എന്റെ ഒരു അമ്മായി ഉണ്ടായിരുന്നു, അച്ഛൻ്റെ പെങ്ങള്. ഒരക്കാലത്തെ ഏറ്റവും വ്യത്യാസമായിരുന്നു. 10-60 വർഷം മുമ്പ് കടപ്പുറത്തൊക്കെ വ്യത്യസ്തായ സ്ത്രീകൾ വളരെ പള്ളിയിൽ പോകത്തില്ല, കുടുംബ സ്തുതി വാങ്ങത്തില്ല. പക്ഷെ ഒരു ദിവസം ഒരേ ദിവസം ഒരു പള്ളി പോകും. അത് വെള്ളിയാഴ്ച. അന്ന് ഈ കർത്താവിന്റെ ഒരു പാസ്പോർട്ട് മരിച്ചയുടെ കണക്കുകൾ പോകുന്ന പള്ളിയിലേക്ക് അവിടെ പോയിട്ട് തോടെ ചാരിത്രങ്ങൾ ഒറ്റ നിൽക്കുന്നേക്കും. ഒരൊറ്റ ദിവസം മാത്രമാണ് അവരെ യേശുവിനെ കണക്ട് ആവുന്നത്. അത്ര വിഷമമുണ്ട് നമുക്ക്. 2 കല്യാണം, 2 പേര് മരിച്ചു പോയി. ഒരു മകളുണ്ടായിരുന്നു, 18 വയസ്സുള്ള മകള് മരിച്ചു. അവൾക്ക് ജോബിന്റെ ഒക്കെ പുസ്തകത്തിലൊക്കെ പറയുന്നത് എനിക്ക് ദൈവത്തോട് കാണാൻ കാരണമാണ് പരിക്കിലാണ്. യേശു അങ്ങനെ നല്ലവറ്റാണ്. യേശുക്കഥ പറയുന്നത് ഒരാളുടെ ആ പരിക്കില് നമ്മുടെ പരിക്ക് നമ്മൾ കാണുന്നതുകൊണ്ട് നമ്മൾ ഈ പുരുഷനെ നമസ്കരിക്കുക. രണ്ടാമതായിട്ട് 2 പേർക്കിടയിലുള്ള കിട്ടുന്ന ഓരോ എന്തായിരിക്കണം സെയിം ലാംഗ്വേജ്. യേശുവിന്റെ ഭാഷയുടെ പേര് സുവിശേഷം എന്നാണ്. എന്താ പറയുക, ലിബറേറ്റിംഗ് വേർഡാണ്. മനുഷ്യർക്ക് സമാധാനം കൊടുക്കുന്ന കാര്യമാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൊച്ചിയിൽ ഞാനൊരു ബസ്സിലാണ് നിൽക്കുന്നത്. വോളണ്ടിയേഴ്സ് ആണ് അവിടെ വരുന്നത്. അങ്ങനെ അത് ഭംഗിയായിട്ട് പോകുന്നു. ഒരു ഗ്ലാസ് താഴെ വീണ് നോട്ടാൻ സ്വരം കേട്ടു. ചെന്ന് നോക്കിയപ്പോൾ പ്രതിയില്ല. ഗ്ലാസ് ഉടനെ കിടപ്പുണ്ട്. നോക്കുമ്പോൾ എൻ്റെ അതേ പ്രായത്തിലുള്ള 2 വർഷം മുമ്പ് സ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്തൊരു ടീച്ചർ ഇങ്ങനെ ഒരു കഥകിന് പുറകിലാടി നോക്കിയാണ് കുട്ടികളെ തോളിച്ച് നിൽക്കുന്നതാണ്. ഒരു കൗതുകമുണ്ട്. പൊതുവെ ചെയ്യുമ്പോൾ അതിനകത്തൊരു കൗതുകമില്ല. എൻ്റെ ടീച്ചറാണെങ്കിൽ പറഞ്ഞു, അതച്ച എനിക്കൊരു പ്രശ്നമുണ്ട്. എന്റെ ചെറിയ പ്രായം തൊട്ട് എന്റെ കയ്യിൽ നിന്ന് എല്ലാം ഇങ്ങനെ വഴുതിപ്പോയിക്കൊണ്ടിരിക്കും. അത് ബട്ടർഫ്ലൈ കൊണ്ടാണ് പറയുന്നത്.
ഞാൻ ആ ബട്ടർ ഫിംഗർ പിന്നെ ഒന്ന് നോക്കി എന്തെല്ലാം വഴുതി പോകും. ഇപ്പൊ ചെറിയ പ്രായം തൊട്ട് ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വാക്കാണ് സൂക്ഷിക്കണേ, ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. അങ്ങനെ ഒരു 10 രൂപ പോലും വിലയില്ലാത്തൊരു ടംബ്ലർ ഗ്ലാസ് ഇങ്ങനെ പൊട്ടിപ്പോയതിന്റെ പേര് ഒരു 56-ാം വയസ്സിൽ സ്ത്രീ എന്ന് പറയുകയാണ്. കാരണം ഇതിനിടയിൽ ഒരാൾ അവരോട് പറഞ്ഞിട്ടില്ല സാരമില്ല, പോട്ടെ, മറ്റൊന്ന് വന്നാൽ. നിങ്ങളുടെ കൂടെ പാർത്ത സ്ത്രീ പുരുഷനും അങ്ങനത്തെ വാക്ക് കേൾക്കാതെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒരു ദിവസം ഇറങ്ങി പോകുമ്പോ നിങ്ങൾക്ക് ദൂരം കിട്ടുമോ? രണ്ടതാണ്. ഇങ്ങനെ സുരേഷം പറഞ്ഞിട്ടുണ്ടോ? അതിൽ ഇവരെ അടുത്ത പ്രാവശ്യം അടുത്ത ഉദാഹരണമായിട്ട് നോമ്പ് വരുന്നത് 2 കൾച്ചറിൽ 2 നോമ്പാണ്. എന്താണ് എന്താ ഈ നോമ്പെന്ന് പറയുന്നത്? ഇത് ഭംഗിയായിട്ടാണ് യേശുവിന് 800 കൊണ്ട് ജീവിച്ച യേശുവിനെ നോമ്പിനെ കുറിച്ച് പറയുന്നത്. മുഖങ്ങൾ എടുത്തു മാറ്റുന്നതാണ് ഉപവാസം. പാർക്കുന്നവരുടെ ജീവിതത്തെ ഇങ്ങനെ പാവളാക്കി മാറ്റി പഠിക്കുന്ന വാക്കാണ് ഉപവാസം. എന്തൊരു സ്റ്റേറ്റ്മെന്റ്! ഇതുപോലെ നമുക്ക് ഇപ്പോഴും കൊടുക്കുന്നത്. ഇപ്പോഴും നമ്മൾ പറയുന്നത് എന്തായിരിക്കും? നമ്മൾ പച്ചക്കറി ഭക്ഷണത്തിന്റെ കഥയായി 50 ദിവസം കാരണവന്മാരെയൊക്കെ വിളിച്ച് 95% ആൾക്കാർ എല്ലാ ദിവസവും കഴിക്കുന്ന ഭക്ഷണം 50 ദിവസം കഴിച്ചിട്ട് നമ്മൾ പറയുമ്പോഴേക്കും നല്ല ധൈര്യമാണ്. ഒന്നും കഥയില്ല. 50 ദിവസം അവനവനുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നവരുടെ ഭാരം കുറക്കുന്ന എവിടേക്ക് ഉപവാസം. ഭക്ഷണക്രമമാണ് നിങ്ങൾ ഉപവാസമായിട്ട് കരുതുന്നെങ്കിൽ ഞാൻ ഒരു നോമ്പ് രീതി പറഞ്ഞുതരാം. ഈ 50 ദിവസം ഈ കട്ടൻ കാപ്പി വേണ്ടത് നോക്കാവോ? കട്ടൻ കാപ്പിക്ക് ഇത്ര കുഴപ്പം? കട്ടൻ കാപ്പി കുഴപ്പമുള്ളതല്ല. ഈ കട്ടൻ കാപ്പി നിങ്ങൾ എണീക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ വരണമെങ്കിൽ നിങ്ങളുടെ കൂടെ പറഞ്ഞൊരു സ്ത്രീ ഒരു അരമണിക്കൂർ മുമ്പ് എണീറ്റ് പോകണം. അവൾക്ക് നിങ്ങൾക്ക് ഒരുമിച്ച് എണീക്കാൻ പറ്റുന്ന ഒരു സമയത്തിന്റെ പേരാണ് ഈ കട്ടൻ കാപ്പി കാണുന്നത്. ഭാരം കുറയ്ക്കുക. വീട്ടിലേക്ക് വരുമ്പോ ഇങ്ങനെ ഫോൺ അടിച്ചുകൊണ്ടിരിക്കുന്നതിന് പകരമായിട്ട് തന്നെ ഗേറ്റ് തുറക്കുക. ഇതിനൊക്കെ വിളിക്കുന്ന വാക്കാണ് എന്ത്? അങ്ങനെ 50 ദിവസം ചെയ്ത് നോക്കാം. പരമാവധി കൂടെ പാർക്കുന്നവരുടെ ഭാരം കുറക്കാണ്. 50 ദിവസം യേശു നിങ്ങൾ ഒരുമിച്ച് കേൾക്കും. ഇതിപ്പോ യേശു മാത്രം കൃത്യമായിട്ട് കേൾക്കുന്നുണ്ട്. നമ്മൾ അടുത്ത വർഷം നോമ്പ് വരില്ലാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഞങ്ങളുടെ ഈ ചർച്ചിലൊക്കെ ഇങ്ങനെ ഉയർപ്പൊക്കെ ഭയങ്കര ഡ്രാമാറ്റിക് ആണ്. 12 മണിയാകുമ്പോഴേക്ക് ലൈറ്റൊക്കെ ചെയ്ത് കമ്പിത്തിരി മത്താപ്പൊക്കെ കത്തുന്നതിനിടയിൽ കൂടി ഇങ്ങനെ പതിപ്പിങ്ങനെ പുകയിരുന്നു. ആ പുകയിലൂടെ ഇങ്ങനെ യേശുപതിങ്ങനെ ആണിച്ചു ഉയർത്തി നിൽക്കുന്നു. ഒരു പ്രാവശ്യം അങ്ങനെ ഉയർത്തുമ്പോഴേക്കും പേർക്ക് മാറി ദശവാസം ഉയർത്തിയ സംഭവമുണ്ട്. രണ്ടുപേർക്കും ഉടുപ്പില്ല. നാടകമല്ലേ കണ്ടേ? എന്റെ ചേട്ടൻ പുള്ളി ഇങ്ങനെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലുണ്ടായിരുന്നു. ADP ആയിട്ടാണ് ഫെബ്രുവരി. സാമാന്യം ഉത്തരവാദിത്തമുള്ളൊരു ജോലിയാണ്. പുള്ളി ചേർക്കുന്നത് ജനുവരി ആദ്യമാകുമ്പോൾ ട്രിവാൻഡ്രത്ത് സ്കൂളുകളിലൊക്കെ ചെന്നിട്ട് പറയും ദിവസം ഈ 10ാം ക്ലാസ്സിൽ പാരൻസിനെ കാണാൻ പറയും. PT വിളിച്ചു കിട്ടും. എന്നിട്ട് അവരോട് പറയും 8ാം ക്ലാസ്സിലെ പരീക്ഷയാണെങ്കിൽ 9ാം ക്ലാസ്സിലെ പരീക്ഷയാണെങ്കിൽ ഒരു പരീക്ഷ മാത്രം 10ാം പരീക്ഷ. നിങ്ങൾ പഠിച്ചൊരു പഴയ സ്കീമില് ഈ 10 പ്രധാനപ്പെട്ടായിരുന്നു. ഇപ്പൊ 12 വരെ ദൈവവിദ്യാണ്. അതുകൊണ്ട് കുട്ടി 10ലേക്ക് കാരണം കൊണ്ട് ഇത്രയും സ്ട്രെസ് നിങ്ങൾ അനുഭവിക്കാനും പാടില്ല, കുട്ടികൾ കൊടുക്കാനും പാടില്ല. അപ്പൊ അവര് ചോദിക്കും എന്തിനാണ് SSLC സർട്ടിഫിക്കറ്റ്? അത് കുട്ടികളുടെ മാർക്ക് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. പരീക്ഷ പോയിട്ടാലും മാർക്ക് അവിടെ തന്നെ കണ്ടാവും. പിള്ളേര് 10ലില്ലാഞ്ഞിട്ട് പോലും സമാധാനം വരുന്നില്ലേ? ഇതിന്റെ പേരാണ് സുവിശേഷം. ലിബറേറ്റിംഗ് ആണ്. പക്ഷെ ലിബറേറ്റീവ് സാരമില്ല. അതിന്റെ അപ്പന്റെയൊക്കെ ഒരു കീവേഡ് അതായിരുന്നു സാരമില്ല. എന്ത് സംഭവിച്ചാലും നമുക്ക് ഉറപ്പാണ് ആളെന്ന് പറയും സാരമില്ല. പിന്നെ അനുജൻ കുറെ തവണ അറ്റംപ്റ്റ് ചെയ്തിട്ടാണ് അവന്റെ CA പരീക്ഷ. കല്യാണം കഴിഞ്ഞിട്ടാണ്, കുട്ടിയൊക്കെ ഉണ്ടായി. മകൻ ഇപ്പോഴും പറയും അപ്പാ ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് അപ്പൻ ജയിച്ചതെന്നൊക്കെ പറയും. കേൾക്കുമ്പോ തമാശ ഉണ്ടെങ്കിൽ അറിയിക്കുമ്പോ രസമില്ല. ഓരോ പ്രാവശ്യവും തോക്കുമ്പോ ഈ പറഞ്ഞ 8 വയസ്സുള്ള എന്റെ അപ്പൻ, ഞങ്ങളുടെ അപ്പൻ എന്താണ് ഒരു പരീക്ഷ കിട്ടും.
ഇതിന് പറ്റുന്ന ഒരു പേരുകളുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. എന്തോ ഒരു ഈ സംഭവത്തിന്റെ പേരാണ് സുവിശേഷം ലിബറേറ്റിംഗ്. രണ്ടത് മൂന്ന് ഒരേ അവബോധം അവർക്ക് അവസാനിപ്പിക്കാൻ ഒരു ഭവിഷ്യത്തിൽ നിന്നൊരു ഘട്ടമുണ്ട് പരിശീലനത്തിനകത്ത്. ഒരു പക്ഷെ കുറച്ചെടുക്കുക ലിവിങ് ഉണ്ട്. കാര്യമായിട്ട് പഠനമൊന്നുമില്ല, ജോലിയും പ്രാർത്ഥനയൊക്കെ വളരെ ഉള്ളു. എന്നാൽ പൊതുവെ കുറച്ച് നമ്മളത് അങ്ങനെ തന്നെ കൊണ്ട് നടന്നത്. കാര്യമില്ല, പുസ്തകങ്ങളൊക്കെ ഉണ്ടാവും ഇടത്തില്. അന്ന് രാവിലെ വായിക്കുന്നത് ഇങ്ങനെ രാമകൃഷ്ണ പരമഹംസന്റെ ജീവചരിത്രമാണ്. നിന്ന് വന്നിട്ടുള്ളൊരു പുസ്തകം. ഞാൻ അതിനകത്ത് പെട്ടുപോയി. കൊണ്ടാൻ പോകുന്നില്ല, ദീർഘമായ ചില പ്രാർത്ഥനകളൊക്കെ കൊണ്ട് പോകുന്നില്ല, ജോലിയുണ്ട്, അരമണിക്കൂറത്തെ ഗെയിംസ് ഉണ്ട്, ഒന്നിനും പോയിട്ടില്ല. ഇനി ഒരു ആളുകൾ വായിക്കാനുള്ളൂ, ഓടി തീർക്കാനുണ്ട്. അപ്പോഴാണ് പറയുന്നത് ഈ അവസാന കാലത്ത് ഈ ഗുരുവിന്റെ തൊണ്ടയ്ക്കാണ് കിട്ടും. ഒരിട്ട് വെള്ളമിറക്കാൻ പറ്റാതെ ഇങ്ങനെ സ്ട്രഗിൾ ഉപാസിക്കാര് ആ പുള്ളി വിവേകാനന്ദ ഉൾപ്പെടെ ഉണ്ട്. അദ്ദേഹത്തോട് പറഞ്ഞു വീര്യം പ്രാർത്ഥിക്കുക, അതിനു വേണ്ടിയല്ല, ഒരിട്ട് വെള്ളമിറക്കാനുള്ള സമാധാനത്തിന് വേണ്ടി ശരി പ്രാർത്ഥിക്കുക. കണ്ണുകൂട്ടി ധ്യാനത്തിലേക്ക് വഴുതിപ്പോയി. അവിടെ നിന്ന് വാവിട്ട് കരഞ്ഞുകൊണ്ടാണ് അത്ഭുതകരമായി എന്തോ സംഭവിച്ചതായിട്ട് അതിനുപാസർക്ക് തോന്നി. പറഞ്ഞു എനിക്ക് സൗഖ്യം കിട്ടിയിട്ടാണ് നിങ്ങൾ കരുതി, സൗഖ്യത്തിന് കിട്ടിയില്ല. പിന്നെ ഞാൻ ഭഗവാന്റെ പ്രാർത്ഥിക്കുകയായിരുന്നു, ഭഗവാൻ ഒരിട്ട് വെള്ളമിറക്കാനുള്ള സമാധാനം തന്നായി. അപ്പോൾ ഭഗവാന്റെ ചോദിച്ചു, രാമകൃഷ്ണൻ ആരാധന ചുറ്റിലും നിൽക്കുന്നത്? ഇത് ഉപാസകര്. ഒരു ഭക്ഷിക്കുന്നുണ്ട്, പാനം ചെയ്യുന്നുണ്ട്, ഉണ്ട്, ശ്വസിക്കുന്നുണ്ട്, ഉണ്ട്. അവരിലൂടെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ശുദ്ധിക്കുകയും സഞ്ചരിക്കുകയും നീ തന്നെയാണല്ലോ. നിനക്കെതിരാണ് സൗഖ്യം. സഭയ്ക്ക് എന്തോ കാരണം കൊണ്ട് കണ്ണ് കവിഞ്ഞൊഴുകയാണ്. കേട്ടുള്ളതാണെന്നും വായിച്ചിട്ടില്ല. കണ്ണൊക്കെ നിറഞ്ഞൊഴുകുമ്പോൾ ഈ പുസ്തകം വായിക്കാൻ പോയത്. മൂന്നാണ്, ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വെച്ച് നിങ്ങൾ ആരെയാണോ നമസ്കരിച്ച് ജീവിക്കാൻ തീരുമാനം, അയാൾ നിങ്ങളുടെ ജീവിക്കുക. പറയുന്ന ശ്വാസം തന്നെയാണ് നിങ്ങൾക്ക് ധാരാളം. 19 വർഷമായിട്ട് അയാളെ ശ്വസിക്കുന്ന ഒരാൾക്ക് പിന്നെ അയാളായിട്ട് പിടിച്ചുകൂടാ. സെന്റ് അഗസ്റ്റിനോട് ഓൾട്ടർ ക്രൈസ്റ്റ് എന്നാണ് ഞാൻ അഡ്രസ് ചെയ്യുന്നത് 30 ഭേദപ്പെട്ട ഇല്ല, ഇങ്ങനെ 30 പൊട്ടൻഷ്യൽ ക്രൈസ്റ്റിനെയാണ്. ഞാനല്ല ജീവിക്കണത്, എന്റെ യേശുവാണ്. അത് വല്യച്ഛന് ഓർമ്മ പോയി. ഞങ്ങൾ 3 വർഷക്കാലം കൂടി ജീവിച്ചു. ഈ ഓർമ്മ പോയ മനുഷ്യൻ ഒരേ ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ടിരുന്നത്, ഞാനല്ല ജീവിക്കണത്, എന്റെ യേശുവാണ്. കേൾക്കുമ്പോൾ ചങ്കുവേറെ വരും. അതാണ് പോസിബിലിറ്റി. അതുകൊണ്ടാണ് നമ്മൾ റിട്രീറ്റ് പേര് ക്രിസ്തു എന്ന ബോധം, ക്രൈസ്റ്റ് ആസ് എ കോൺഷ്യസ്. നിന്റെ ഗുരു ഒരു നാമമല്ല, പ്രകൃതി. നിന്റെ ഗുരു ഒരു നാമമല്ല, പ്രകൃതിയാണ്. പ്രത്യേക പ്രകൃതിയുടെ പേരാണത്. അതാണ് കൃത്യമായിട്ട് എടുത്തിട്ടുള്ളത്. പ്രണയത്തിലും ധ്യാനത്തിലും ഒക്കെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാൻ ഒരാളെ സ്നേഹിക്കുന്ന പെൺകുട്ടിയെ കാണാൻ പോവുകയാണ്. അങ്ങനെ കിളന്തു കുട്ടികളാണ്. ചെന്നുപോയി പകർന്ന ചോദിച്ചു, ആരാ പുറത്ത്? അവൾ പറഞ്ഞു, ഞാനാണ്. അവള് പറഞ്ഞു, കുഞ്ഞു കുട്ടില, ഇവിടെ 2 പേർക്കിടയില്ല, പോയിട്ട് വാ. അന്ന് അയാൾ അവിടെ വിട്ട് പോയതാണ്. പിന്നെ ഒരു 10-70 പറഞ്ഞു, ഈ വഴികളൊക്കെ എങ്ങനെ മറക്കാൻ, കുടിലൊക്കെ പൊടിച്ചിട്ടുണ്ട്. കുട്ടി പകർത്തുന്ന അവരുടെ ശബ്ദം ഒരു വയസ്സായിട്ടുണ്ടാവും. ആരാ പുറത്ത്? ചിരി വരികയാണ്. 20 വർഷം മുമ്പ് ഒരു ജോലി ചെയ്ത് തന്നെയാണ് ആരാ. മനുഷ്യർക്ക് ഭാരമില്ലേ? അന്ന് ഞാനെന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. കാരണം കഴിഞ്ഞ 70 വർഷങ്ങൾ അവളെ അർപ്പിച്ച് ജീവിക്കുകയായിരുന്നു. പറഞ്ഞതൊക്കെ അവളെ കുറിച്ച്, പാടി അവളെ കുറിച്ച്.
പ്രദക്ഷിണം വെച്ചത് അവളുടെ ഓർമ്മ കിട്ടും. പ്രാർത്ഥിച്ചത് അവളെ ചേർത്ത് പിടിച്ച് ശരിക്കും താനായ അത് പറഞ്ഞു, പുറത്തു നിൽക്കുന്നത് ആരാണെന്നല്ലേ നിനക്കറിയേണ്ടത്, സത്യമായിട്ട് നീ തന്നെയാണ്, സത്യമായിട്ട് നീ തന്നെ. കഴിഞ്ഞ 70 വർഷങ്ങൾ അയാൾ അവിടെ ആയിട്ടുണ്ട്. യാത്രയോടുവിൽ നിന്റെ അങ്കണത്തിൽ എത്തുമ്പോൾ നീ ചോദിക്കുക ആരാ പുറത്ത്, പറഞ്ഞതൊക്കെ നിന്റെ മനസ്സോട്ട് വിട്ടുക, ഒന്നുകൂടി നോക്കാം, എന്നിട്ടൊക്കെ എന്നെ മറന്നു ഞാൻ കുടിച്ചിട്ട് പോകും. കൊല്ലത്തിൽ നിന്റെ അവബോധം ചിലപ്പോഴൊക്കെ ഇങ്ങനെ വല്ലാതെ വിയർത്തപ്പം രോമകുമാരന്റെ കണ്ടിട്ടുണ്ട്. പോലെ യേശുവിന്റെ ഗന്ധമാണ്. ഇപ്പൊ നമുക്ക് ഗന്ധം കിട്ടുന്നില്ല, കാരണം ഇവർ തണുത്തതുകൊണ്ടിരിക്കുകയാണ്. താഴെ ഇരിക്കുമ്പോൾ ഗന്ധം കിട്ടും, അത് വിയർക്കണ സ്ഥലത്താണ്. വിയർമ്പോ എന്ന ഗന്ധമാകുന്നതാണ്. ആണിപ്പാട്ടിൽ നിന്റെ കനക്കൊണ്ട കൈയോടിച്ച് ഉച്ചതൊട്ട് പേരുകൾ വരെ ഇവിടെ വരുമ്പോൾ കൈവരിക്കും. വിലാവിന് ഇപ്പോഴും ചോരയും ജലം ഒഴുകുന്നുണ്ട്. ഫ്രഷ് ഒരു ഉണങ്ങിയിട്ടില്ല, ഇപ്പോഴും ചോരയിൽ ചുറ്റിരിക്കുക. തണുപ്പിത്തിട്ട് അയാളുടെ വിളിക്കുന്ന ഞാൻ ചോദിക്കും, ഈ പറഞ്ഞ ആരാണെന്ന അങ്ങനത്തെ പറയാനാണ് പരമാവധി ഇത്ര മാത്രം. നീയോ? നീ ഞാൻ തന്നെയാണ്. കാരണം ഇത്രയും പേർക്ക് ഇവരൊക്കെ സഞ്ചരിച്ച് ഇവിടെ സമാധാനത്തിലും 3-4 ദിവസം ചെലവഴിക്കാൻ വന്ന നിങ്ങൾക്ക് വേണ്ടി എനിക്ക് വെച്ച് കിട്ടാനുള്ള ഒരു പ്രഭാത സ്വപ്നം ഏതെങ്കിലും ഘട്ടത്തിൽ വെച്ച് പറയണം, നീ ഞാൻ തന്നെ ചെടിക്കുറിപ്പെടാം. പുറത്താരം മാത്യു 22-24. ഈ നാട്ടുപുറത്ത് ഒരാൾക്കൊരു നാടൻ ട്രൂപ്പ് ഉണ്ടായിരുന്നു. ഒറ്റ റിഹേഴ്സൽ സമയത്ത് വരത്തില്ല, ഒരുത്തനയച്ചിട്ടാണ് അത് കൃത്യമായിട്ട് വരും. കഴിഞ്ഞായിരിക്കും നിങ്ങൾക്ക് ആവശ്യം തന്നെ. ഈ റിഹേഴ്സൽ തീർത്താൻ വിളിച്ചിട്ട് പറഞ്ഞു, മക്കളൊക്കെ എന്നെ കുറെ ബുദ്ധിമുട്ടില്ലാക്കി, നീ കൃത്യമായിട്ട് വരുന്നത് നിന്നോട് വലിയ കടപ്പാടാണ്. അപ്പൊ അവൻ പറഞ്ഞു, പൊന്നു സാറേ ഒരു കാര്യം പറയാം, എന്താണ് ഈ നാടകം അരങ്ങേറുന്നെന്ന് എന്റെ കല്യാണമാണ്. ഈ നാടകം അരങ്ങേറുന്നെന്ന് എന്റെ കല്യാണം എന്ന് വെച്ചാൽ അന്ന് വരാൻ പറ്റത്തില്ല സാറേ, അതുകൊണ്ട് കൃത്യമായിട്ട് റിഹേഴ്സൽ വന്നുകൊണ്ടിരിക്കും. ശരാശരി ക്രിസ്ത്യാനിയുടെ തലവരയിൽ തന്നെയാണ്. അത് എല്ലായിടത്തും ഉണ്ടായിരിക്കും, ശരി നേരത്തും ഉണ്ടാവില്ല. ഇത് ഒരിക്കലും തമാശയായിട്ട് തോന്നിയിട്ടില്ല, എന്റെ കഥയാണ്. എല്ലായിടത്തും ഉണ്ടായിരിക്കുകയും ശരിയായ നേരത്ത് ട്രേസ് ചെയ്യപ്പെടാതെ പോവുകയാണ്. മറ്റാണ് ഡിസ്കഷൻ. ഒന്നാം എവിടെയാണ് പാടിയത്, എവിടെയാണ് 17-24 പുറത്താരം തഴയണ ഒന്ന് പാടിയത്. പ്രശ്നം ശരീരഭാഷയിലാകുന്നു, പറഞ്ഞതല്ല, അതിന്റെ ബോഡി ലാംഗ്വേജ് ഉണ്ട്. ടെക്സ്ചർ എന്നൊരു വാക്കാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ടെക്സ്ചർ, ടെക്സ്റ്റിനൊരു ടെക്സ്ചർ ഉണ്ടാവും, അത് വെച്ചാൽ മെഡിറ്റേഷൻ. നമ്മൾ ചെയ്യുന്നതാണ് നമ്മളെ തെറ്റിദ്ധാരണ. സ്പിരിച്വാലിറ്റി ആക്ടിവിറ്റി നമ്മൾ ചെയ്യുന്നതാണ് നമ്മളെ തെറ്റിദ്ധാരണ. ഹൈഫൺ മാർത്ത കാണാതെ പോകുന്ന നല്ല അംശം. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ ഗുരുവിന്റെ പ്രത്യേകതയുടെ പേര് റിപ്പീറ്റ് ചെയ്യും, അല്ലെ? എന്താ
ജെറുസലേം ജെറുസലേം, പിന്നെ ഉള്ളത് സാവുൾ, പിന്നെയുള്ള അനന്തം, മാർത്ത മാർത്ത. ഓരോരുത്തരും പുസ്തകത്തില് മാർത്ത മാർത്ത പെൻസിലോട്ട് വെട്ടിയിട്ട് അവരവരുടെ പേരെഴുതി വെക്കണം. ഹരി ഹരി, മീര മീര. വെറുതെ ഇരിക്കാൻ പറ്റും. വാർത്ത കാണാതെ പോകുന്ന ഒരു ഈ റിട്രീറ്റ് കഴിഞ്ഞ് ചെല്ലുമ്പോഴേക്കും ഇവിടെ ദൈവസഹായത്തിന്റെ പ്രാർത്ഥനാ പുസ്തകങ്ങളൊന്നും ചെയ്യപ്പെടുന്നില്ല. അപ്പോ അതിന്റെ ആവശ്യമില്ല. ചെറിയൊരു കുഞ്ഞു കാര്യം വീട്ടില് പല സമയത്തായിട്ട് പള്ളി ഞാൻ നടക്കുകയും കാലത്തിൽ പോയിട്ടുള്ള പ്രാർത്ഥനാ പുസ്തകം കുറെ കാണുമല്ലേ. അതിൽ ഒരു പ്രാർത്ഥനാ പുസ്തകം എടുത്ത് കണക്കിക്കലാവും. അത്രയും സംഭവം ആവശ്യമില്ല. അമിത ഭാഷണം കൊണ്ട് ദൈവത്തെ തൃപ്തിപ്പെടുത്തുമെന്ന് തെറ്റിദ്ധരിച്ചത് കേസ് പറയുന്നത് അല്ലേ? അമിത ഭാഷണം കൊണ്ട് കമ്മ്യൂണിറ്റി മെഡിറ്റേഷൻ പഠിപ്പിച്ച ആളുടെ പേരെ കേസില്ല. അതുകൊണ്ടാണ് പറഞ്ഞ വാദങ്ങളുടെ അകത്തുള്ളതൊക്കെ കണ്ടുകൊണ്ടിരിക്കും. അമ്മയുടെ ഒക്കെ ജീവിതത്തെ അങ്ങനെ ബുദ്ധിമുട്ടിലാക്കുന്ന ഞാൻ കൺട്രോളിനായി പറയും. മറ്റേ സ്ത്രീയായിരുന്നു. അവളുടെ അമ്മയെ കാണാൻ വന്ന കിടപ്പിലായിരുന്നു. ഞാൻ ഓരോരുത്തരും അമ്മയ്ക്ക് ഒരു പ്രാർത്ഥനാ പുസ്തകം കൊടുത്തു. ആ പ്രാർത്ഥന കൂടി ചൊല്ലാൻ ആ 3 മണി കഴിഞ്ഞു. ഇപ്പോഴും കേൾക്കാം അമ്മക്കാരനൊക്കെ പറഞ്ഞോണ്ട് 3 കഴിഞ്ഞ് പിള്ളേരെയൊക്കെ എണീപ്പിച്ച് പ്രാർത്ഥിക്കാനൊക്കെ പറയുന്നു. 3 മണിക്ക് ഉറങ്ങാൻ ചോദിക്കുന്നല്ലേ ഏറ്റവും വലിയ കാര്യം. ക്രിയയല്ല പ്രാർത്ഥന ഓർത്താന്നല്ലാണ്ട് പ്രാർത്ഥിക്കാനല്ല യേശു പഠിപ്പിച്ചത്, ധ്യാനിക്കാനാണ് മെഡിറ്റേഷൻ. നമ്മളത് എന്നോ ഒരു ഘട്ടത്തിൽ മറന്നുപോയി. ജപങ്ങൾ തോന്നണം. യേശു പോലും ഒരു കുഞ്ഞു പ്രാർത്ഥന പഠിപ്പിച്ചുള്ളത് അത് മര്യാദക്കൊന്ന് ചൊല്ലിക്കഴിയാൻ തന്നെ ദിവസത്തേക്കുള്ള ഫിൽറ്റർ രൂപപ്പെടും. അതുപോലെ യേശു പ്രകാരം പ്രാർത്ഥിക്കാൻ, ഇത് പ്രാർത്ഥിക്കാനല്ല പറഞ്ഞത്. എന്താണ് ഇപ്രകാരം പ്രാർത്ഥിക്കാൻ? പ്രാർത്ഥനയുടെ വരികളല്ല, പ്രാർത്ഥന ആറ്റിറ്റ്യൂഡാണ് പഠിപ്പിക്കുന്നത്. ഇപ്രകാരം പ്രാർത്ഥിക്കുന്നതൊക്കെ നിങ്ങളുടെ വീട്ടിലാണ്. വാർത്ത കാണാതെ പോകുന്ന നല്ല അംശം എഴുതിയല്ലേ. ചെയ്യാതെ ജീവിക്കാൻ പറ്റില്ല. ചെയ്യുന്നവയ്ക്കിടയിൽ ചിലർ ചെയ്തേ പറ്റുന്നവയ്ക്കിടയിൽ ഇല്ലാതെ പോകുന്ന സ്നേഹം. ശിവന്റെ വിരുന്ന് പോലെ കുട്ടികളുണ്ടെന്ന് വിചാരിക്കുക അല്ലെ. രാവിലെ എണീക്കുമ്പോ തൊട്ട് ഓട്ടമാണല്ലേ. അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു. വീട്ടിൽ പാരൻസ് ഉണ്ടെങ്കിൽ കുറച്ച് കുട്ടിയെ കൊണ്ട് തോറ്റ് നിങ്ങൾ ഓഫീസിൽ നിന്ന് വരുമ്പോഴും ചാടിച്ചാടി നിൽപ്പുണ്ടാവും. കാരണം എന്താണ്, അവര് സന്തോഷമുള്ള കാര്യം ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കാര്യമായിട്ട് മാനുവലി ഇപ്പൊ 9 മണിക്ക് ഓഫീസിലെത്തി 4 മണിക്ക് ഇരുന്നു, കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് 4 മണിക്ക് വരുന്നത് എങ്ങനെയാണ്? എക്സോസ്റ്റഡ് ആയിട്ട്. എന്താ കാര്യം? നിങ്ങൾ ഏർപ്പെട്ട കാര്യത്തിനകത്ത് സ്നേഹമില്ലാത്തതുകൊണ്ട് സന്തോഷമില്ല. ഏർപ്പെടുന്ന കാര്യത്തിനകത്ത് സ്നേഹം ഉണ്ടാകുന്ന സന്തോഷം ഉണ്ടാകും. കുറച്ച് ഇങ്ങനെ ഒരു മെസ്സൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നത് അതിൽ പഞ്ച് വരുന്നത്. ഞാനൊന്നെ ഒരു 150 പേരൊക്കെ കഴിയും. അവർക്ക് വിളമ്പയും പാത്രം കഴിയുന്നൊക്കെ അവിടുത്തെ രീതിയിൽ നടക്കുന്നു. ഇതൊക്കെ ചെയ്താലും നമ്മൾ ടയർഡല്ല. ചില ദിവസങ്ങളില് ഭയങ്കര ടയർഡാകും. അന്ന് ഈ സാധനത്താവുന്നില്ല. സ്നേഹം അതൊരു കുഞ്ഞു കാര്യമാണ്. ഈ ക്രിയകളെ പങ്കുകളാക്കി മാറ്റുന്നത്. സിനിമയോട് പറഞ്ഞ സിനിമ നീ വിളമ്പണം ഇതിനകത്തില്ല, സ്നേഹമില്ല. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. മനുഷ്യ വിചാരിക്കാത്ത സ്നേഹം ഉണ്ടാവുമോ? സിനിമയുടെ വരുന്നത് ശക്തമായ അഹം, അഹന്റെ ലക്ഷണം
അഹം. എന്തോ ഒരു കാര്യം തൊടുമ്പോ നിങ്ങൾ വിഷമിച്ചു, ആ നിങ്ങളുടെ അഹം. ഇപ്പൊ എന്റെ കൂടെ ഒരു അച്ഛനുണ്ടായിരുന്നു, കാലകാലമായിട്ട് ഉറക്കം പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇപ്പൊ ഒരു സ്ഥലത്തില്ല. ഉറക്കം പോകുന്നത് ഇങ്ങനെയാണ്, പുള്ളി പാട്ടുപാടുന്ന ചേച്ചി തമ്മിൽ എന്തോ ഒരു തർക്കമുണ്ട്. അതിനുശേഷം എപ്പോഴൊക്കെ കുർബാന അർപ്പിക്കാൻ വരുന്നു അപ്പോഴൊക്കെ ഈ ചേച്ചി ഈ സോങ്ങുണ്ട്, ഈ കാഴ്ച വസ്തു ഉയർത്തപ്പെടുള്ളൂ. അത് പൊതുവെ ഈ ഒരു പാടുന്ന പാട്ട് കനിവോട് സ്വീകരിക്കുന്ന ഒരു പാട്ടാണ്, കനിവോട് സ്വീകരിക്കണം എന്നൊരു പാട്ടാണ്. അപ്പൊ അതിനകത്തൊരു വരിയുണ്ട്, വൈദികൻ തൻ തിരുക്കൈകളിൽ ഒരു വാക്കുണ്ട്, വൈദികൻ തൻ തിരുക്കൈകൾ എന്നൊരു പാട്ടുണ്ട്. ഒരു വരി ഈ ചേച്ചി എന്ത് ചെയ്യും, തിരുവെട്ടിക്കളയും. അദ്ദേഹം വേണ്ട കൈമതി രാത്രി കണ്ടിട്ട് പുള്ളി കുറഞ്ഞ അത് തിരു പറയില്ല. നിങ്ങൾക്ക് തമാശ, ജീവിതം കുട്ടിച്ചോറായിക്കൊണ്ടിരിക്കും. ഇപ്പൊ എന്തായാലും നിങ്ങളിങ്ങനെ സഫർ ചെയ്യുന്ന അതാണ് നിങ്ങളുടെ 30 സ്റ്റോറി ഉണ്ടാവും. എന്താണതെന്ന് കണ്ടെത്തി എടുത്താൽ നല്ലതായിരിക്കും. അതിനെ ടേക്ക് ഡൗൺ ചെയ്യാൻ പറ്റും, ഒരളവ് കുറക്കാൻ പറ്റും എന്നതാണ് മൂന്നാമത്. പറഞ്ഞ ആരെങ്കിലും അനുകരിക്കാൻ ആശിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഉപേക്ഷിക്കട്ടെ. തന്നെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞൊരു കളിയാണ് പഠിപ്പിച്ചത്. വേറെ ഒന്നും പുറത്തുപേക്ഷിക്കാൻ തന്നെ പറയും, തന്നെ ഉപേക്ഷിക്കും. ഒരു ദിവസം, പക്ഷെ ഈ ദിവസത്തിന്റെ കാര്യം എടുത്താൽ നല്ലതായിരിക്കും. സ്വയം ഉപേക്ഷിച്ചിട്ടുള്ളൊരു ജീവിതം എളുപ്പമാണോ അല്ലെങ്കിൽ ശക്തമായ ആരെങ്കിലും നിയമിക്കാൻ ആശിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഉപേക്ഷിക്കട്ടെ. കുട്ടികളോട് തന്നെ പറഞ്ഞുകൊടുക്കുന്ന ചിലപ്പോൾ അങ്ങനെയാണ് പിടിക്കുന്നുള്ളത്. പൊട്ടക്കഥയാണ്. മരണം ശില്പത്തെ, അപ്പൊ ശില്പി മരണത്തെ പറ്റിക്കാൻ വേണ്ടി തന്നെ കണക്ക് കൊണ്ടുവരാം. ഒരു പുള്ളി കയറി നടക്കുന്നത് 12 പേരുകൾ ഒരുപോലെ ഇരിക്കുകയാണ്. അതിലൊന്ന് ശരിയാണ്, ബാക്കി ശില്പങ്ങളാണ്. മരണപ്പെട്ടു. ശില്പിയാണെന്ന് ഓർത്തിട്ട് ശില്പത്തെ കണ്ടോണ്ട് പോയാൽ പിന്നെ മരണം ആർട്ട് ചെയ്താണ്. നല്ലതുപോലെ ചെക്ക് ചെയ്യാൻ തീരുമാനിച്ചു. തമാശ പറഞ്ഞ് നോക്കണം, 12 പേര് ചിരിക്കുന്നില്ല, 12 പേരെ കണ്ടതായിട്ടില്ല, ഒരു തുണി 12 പേരെ മൂക്കിൽ താഴെ കൊടുത്തിട്ട് 12 പോണില്ല. അങ്ങനെ തോറ്റ് തുന്നമ്പാടി പോകുമ്പോ മരണം തന്നോട് പറഞ്ഞു, എന്നാലും എന്തെങ്കിലും ഒരു ചെറിയ കുറവ് കാണാതിരിക്കത്തില്ല. ശില്പി ചോദിച്ചു, എന്തിന്റെ കുറവാണ്? അത്ര നേരം ചെയ്യാൻ പറ്റുന്നുള്ളൂ. 9 മണിക്ക് പോവാം, ഒരാള് പുറത്ത്. പെണ്ണ് തൊട്ടപ്പോഴും പുറത്തു വന്നതാണ് നിങ്ങളുടെ. അത് ഞാൻ പറയില്ലേ, അന്ന് അടിച്ചു എടുത്താൽ നല്ലതായിരിക്കും. എന്താണ് എന്ത് തൊടുമ്പോഴാണ് വിഷമിക്കുന്നത്? എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടിയാണല്ലോ, എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടിയാണല്ലോ തെറ്റിദ്ധാരണ. മറ്റുള്ളവർക്ക് പറഞ്ഞ സംഭവമുണ്ടല്ലോ, ബ്രാക്കറ്റില് നീ നിന്നെ സ്നേഹിച്ചതുപോലെ, നീ നിന്നെ സ്നേഹിച്ചതുപോലെ. ആലോചിക്കാം, ഇപ്പൊ എന്റെ അമ്മയ്ക്ക് മര്യാദ ഒരു കുളി കുളിച്ചോട്ടുന്ന പഴയ കാലമാണ്. മര്യാദ ഒരു കുളി കുളിക്കുന്നത് ഈ ശനിയാഴ്ചയൊക്കെയാണ്. അത് നിങ്ങൾ മേലുണ്ടായിരുന്നു, കുട്ടിക്കാലത്ത് നല്ല ഓർമ്മയാണ്. അത് ശനിയാഴ്ച എന്ന് പറയുന്ന ദിവസം ഇങ്ങനെ ഏതാണ്ടൊക്കെ ഇങ്ങനെ തലവരെ തേച്ച് പിടിപ്പിച്ച് ഒരു ദിവസം ഇങ്ങനെ അതൊക്കെ ആയിട്ട് നടത്തിയപ്പോഴാണ് ഇങ്ങനെ കഴുകി വരുന്നത്. ഒരു ദിവസം ഷീ കെയർഡ് ഫോർ ദർ ബോഡി. പക്ഷെ എന്റെ ചേച്ചിയോ എന്മാരോ അത്രയും പോലും സമയം കൊടുക്കുന്നില്ല അവർക്ക് വേണ്ടി. കുറച്ചുകൂടി നിങ്ങൾ കുറെ കൂടി സമീപിക്കുന്നുണ്ട് എന്ന് പറയുന്ന കുഞ്ഞു കാര്യം. ഈ അവനവനെ സ്നേഹിക്കാൻ, അവനെ ഇഷ്ടത്തില്ല, അവനവന് വേണ്ടി ഒരു നേരം മാറ്റി വെക്കുക, അവനവന് വായിക്കാണ്ട് ഒരു നേരം നൽകുക, ഒരു നേരം കണ്ടുകൂട്ടിയിരിക്കുക, കുറെ സംഭവമുണ്ട്. സ്വയം സ്നേഹിക്കുന്ന മോശം കാര്യമല്ല. നിങ്ങളെ സ്നേഹിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ വേദോത്സവം പറയുന്നത്. അതിന്റെ ചായ സൃഷ്ടിച്ചു, അവനവനെ സ്നേഹിക്കാൻ വേണ്ടിയാണ്. ഒരു
ഒരു മോശം കാര്യമില്ല. എന്നാലും നമുക്ക് ഈ മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിന്റെ മാനദണ്ഡം മനസ്സിലാകുന്നുണ്ട്. ആ മാനദണ്ഡം ഒരാളെന്ന് പള്ളി പറഞ്ഞു തന്നിട്ടില്ല. അവരുടെ സ്നേഹിക്കുക എന്നൊക്കെ പറഞ്ഞ് കാര്യമായ വേരില്ലാത്തൊരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഓടിട്ടിരിക്കുക. വേരില്ല, റെഫറൻസ് ഒന്നുമില്ല. ഉള്ള പ്രധാന നിന്നെ സ്നേഹിച്ചതുപോലെ അത് അണ്ടർലൈൻ ചെയ്യണം. നിങ്ങൾക്ക് സ്നേഹിക്കാനുള്ള കാരണങ്ങൾ നിങ്ങൾ സൃഷ്ടിക്കണം. എന്റെ അപ്പന്റെ പ്രശ്നം എന്റെ ഈ സ്വയം സ്നേഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ സ്കൂൾ അധ്യാപകനായിരുന്നു. അവസാന കാലത്ത് പുള്ളി ഇങ്ങനെ പെൻഷൻ പോസ്റ്റ്മാൻ ആണ് വരുന്നത്. പുള്ളി പെൻഷൻ വാങ്ങത്തില്ല. ഈ മണയോട് സ്ലിപ്പൊക്കെ ആയിട്ട് നിൽക്കുമ്പോഴേക്കും പുള്ളി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതെനിക്കെല്ലാം ഭാഗത്ത് ഒരു വാങ്ങത്തില്ല. എന്നിട്ട് പറയും, ഇവിടെ ഞാൻ എന്ത് ചെയ്തിട്ടാണ് സർക്കാർ ചെയ്തത്? തോന്നില്ല തന്നെ കുറിച്ച്. ഇത്രയും വർഷം പഠിപ്പിച്ച ഒരു മനുഷ്യന്റെ സാഹിത്യം പ്രൊട്ടക്ട് ചെയ്യാന്ന് പറയുന്ന അവിടുത്തെ സെക്യുലർ സൊസൈറ്റിയുടെ റെസ്പെക്ട് ആണെങ്കിലും കിട്ടുന്നില്ല. വാങ്ങത്തില്ലേ? അന്നേരം പിന്നീട് അവരുടെയൊക്കെ നടന്നിട്ട് ബാങ്കിലോട്ട് വരുന്ന രീതിയിലൊക്കെ ആക്കി മാറ്റേണ്ടി വന്നു. സെൽഫ് സാധനം കിട്ടില്ല. അതിനൊക്കെ അതേപോലെ കിട്ടിയിട്ടുള്ള ഒരാളാണ് ഞാൻ. എന്നോടൊരു മതിപ്പ് തോന്നി. നിങ്ങൾ എനിക്ക് എന്ത് മതിപ്പ് വന്നാലും എനിക്ക് എന്നോട് മതിപ്പ് തോന്നി. അപ്പൊ എന്റെ പ്രശ്നമൊക്കെ എന്താ കുറച്ച് ജനറ്റിക്കലാണ്. സെൽഫ് വർത്ത് എന്ന് പറയുന്ന സംഭവം മെഡിറ്റേഷൻ. നമ്മളോട് പറയുന്നത് ആ സെൽഫ് വർത്ത് പഠിപ്പിക്കാൻ യേശു. നമ്മൾ ആ ഫസ്റ്റ് ഹാഫ് എന്തോ കുഴപ്പമുള്ളതെന്ന് വിചാരിച്ചു. നിന്നെ സ്നേഹിക്കാൻ ഒരു വഴി കിട്ടുന്നില്ല. ചെയ്യുന്ന കാര്യങ്ങൾ സെൽഫ് റിലേഷനായി പറയാൻ ഈ ആർട്ടിക്കുന്നതിനേക്കാൾ കൂടുതൽ കിട്ടുന്നുണ്ടോ? സെൽഫായിട്ട് ഈ ഇല്ലാതെ പോകുന്ന നീതിബോധം ഈ സെൻസ് ഓഫ് റൈറ്റസ്നെസ് ആണ്. നീതി ഒരു സ്ത്രീയാണെന്നുള്ള വളരെ പ്രധാനപ്പെട്ടാണ്. നീതി ഒരു സ്ത്രീയാണ്. ഇപ്പോഴീ ഇല്ലോ പ്രശ്നമുണ്ട് അല്ലേ? ഒരു മദറിനോയും ഒരു പെൺകുട്ടിയും തമ്മിൽ പ്രശ്നം ഉണ്ടെങ്കിൽ ആ വീട്ടിലെ സ്ത്രീയുടെ നീതിബോധം കുറവാണെന്നുള്ളതാണ്. അതൊന്നുമില്ല, വേറെ ഇമോഷണലായ സംഭവമൊന്നുമല്ല. അവരുടെ നീതിബോധം കുറവായതുകൊണ്ടാണ്. അല്ലെ? നീതിബോധം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ദുർബലരായ ഒരു പ്രൊട്ടക്ട് ചെയ്യാൻ വിളിക്കുന്നതാണ് ഈ സെൻസ് ഓഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. ഈ വീട്ടിലോട്ട് ഒറ്റക്കൊരു പെൺകുട്ടിയല്ലേ, അവളല്ലേ പ്രൊട്ടക്ട് ചെയ്യേണ്ടത്. കാലാകാലങ്ങളായിട്ട് ഈ പരിസരത്ത് ജീവിക്കുകയും നിങ്ങൾ എല്ലാ പ്ലാനറ്റും നോക്കി വളർത്തിയെടുക്കുന്ന നിങ്ങളുടെ മകനെയാണോ നിങ്ങൾ നോക്കുന്നത്? അവളെ നോക്കാം. ഒറ്റക്ക് വന്നൊരു സ്ത്രീയല്ലേ. നമ്മളീ പറയുന്ന എല്ലാ പ്രശ്നങ്ങളും നീതിബോധ പ്രശ്നമാണ്. സെൻസ് ഓഫ് ജസ്റ്റിസ് ഇല്ല. അല്ലേ? പെൺകുട്ടി വീട്ടിലോട്ട് വന്നു, അവർക്ക് അവളുടേതായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് എന്താണ് അവരെ പ്രൊട്ടക്ട് ചെയ്തു. രണ്ട് തിരുത്തം. അവര് കറക്റ്റ് അറിയത്തില്ലെന്നാ പറയുന്നത്. അവര് കറക്റ്റ് ടൈഫണ്ട് അയാൾക്ക് വഴി സൃഷ്ടിക്കല്ലാതെ മറ്റെന്താണ്? അയാൾക്ക് എനിക്കിടയിൽ ചില കുറ്റങ്ങൾ സൃഷ്ടിക്കുകയല്ലാതെ മറ്റെന്താണ്? മൂന്ന് പൊരുത്തമായിട്ട് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് പൊരുത്താൻ കിട്ടും അല്ലേ? ഒരേ പരിക്ക്, ഒരേ പരിക്ക്. കാത്തലിക് രീതി അനുസരിച്ചിട്ട് ഈ സ്റ്റിഗ്മറ്റ പറഞ്ഞ സംഭവം കേട്ടോ. സ്റ്റിഗ്മറ്റ ഈ അഞ്ചുമുറിവുകളുടെ നമ്മൾ പറയുന്നത്. അങ്ങനെ അവനോട് പരിചരിച്ച് നിൽക്കുന്നവർക്ക് അവനിങ്ങനെ 5 മുറിവുകളെ കൊടുക്കുന്ന പറയുന്നത്. അത് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ ഒരാളായിട്ട് ഫ്രാൻസിസ് ഞങ്ങളുടെ സന്യാസമൂഹത്തിന്റെ ഈ സെന്ററിന്റെ സാൻപിയോ പാതിരപ്പിയാണ്. പാതിരപ്പിയോ സാൻപിയോ എന്ന് പറയുന്നത് 68ലാണ് ഇരിക്കുന്നത്. 68 മരിച്ച ഈ മനുഷ്യന് 5 മുറിവുകളാണെന്നാണ് പറയുന്നത്.
അതൊരു പഴയ കഥയല്ല. ഇപ്പൊ ഒരു 50 കോണ്ടംപററിയാണ് ആര് ഇപ്പൊ അതിനെ പേര് പറയുന്നത്. നിങ്ങൾക്ക് വിശ്വസിക്കാറില്ല. പക്ഷെ അതിനൊരു കവിതയുണ്ട്. അവരോട് പറ്റി നിൽക്കുന്നവർക്ക് അവൻ അറിവുകളുടെ ഔദാര്യങ്ങൾ കൊടുക്കുന്ന പോയിട്ട് സ്റ്റിഗ്മറ്റ എന്നൊരു വാക്കുണ്ട്. സ്റ്റിഗ്മറ്റ എന്ന് പറയുന്ന അടിമകളുടെ പേരുണ്ടല്ലോ. സ്റ്റിഗ്മറ്റ ഉണ്ടാവുന്നത് പരിക്കുണ്ടാവുന്നത് അതൊന്നും കണക്ക് ഉപയോഗിക്കുന്നതല്ലേ. അതൊന്നും പറഞ്ഞതൊന്നും അതിന്റെ ലിറ്ററേച്ചർ വായിക്കുന്നല്ല. സ്റ്റിഗ്മറ്റ എന്ന് പറയുന്ന സ്ത്രീയൊക്കെ വെറുതെ ഒരു നിരീക്ഷണമുണ്ട്. ഞാൻ അവന്റെ മുറിവുകൾ ശരീരത്തിൽ കൊണ്ട് നടക്കുന്ന പൗലോസ് പറയുന്നത് ഇതിന്റെ പശ്ചാത്തലം ഉണ്ടെന്നൊക്കെയാണ് വിചാരിക്കുന്നത്. അപ്പൊ അതില് പോയട്രി ഒരേ ഭാഷ, യേശുവിന്റെ ഭാഷയുടെ പേരാണ് എന്ത്? നല്ല വർത്താനം പറഞ്ഞു, എല്ലാത്തിനും നല്ലത് പറയാനുള്ള സുവിശേഷം. ഹൈഫൺ ലിബറേറ്റിംഗ് വേർഡ്, ലിബറേറ്റിംഗ് ആരോഗ്യ പോട്ട കുട്ടികളെ ശരി. കുട്ടി കണ്ണു വെച്ച് കള്ളെന്ന് പറയുന്നത് ഇങ്ങനെ വണ്ടിയുടെ ഒക്കെ താഴെക്കൊണ്ട് വെക്കുന്നതായി അവരത് വെറുതെ ഉണ്ടാക്കി നോക്കി. രണ്ടുകൊണ്ട് കൊണ്ട് വെച്ചു. ഒരു കാർ വഴിക്ക് പോയി അതിന് മീതെ കയറി ടയർ പൊട്ടി. പക്ഷെ കുറച്ച് കണ്ടിട്ട് കാറിനകത്ത് ആരും പുറത്തേക്ക് ഇല്ല. ചെറിയ പേടിയായി. അടുത്ത് നോക്കുമ്പോഴേക്കും ആ കാർ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് 80 വയസ്സിന് മനുഷ്യൻ, തീരെ വയ്യായി. അപ്പൊ പുറകിലൊരു സ്ത്രീ ചുണ്ടൂടി കിടപ്പുണ്ട്. ചെന്ന് പൊട്ടി പ്രേരിപ്പിച്ച പറഞ്ഞു, ഇങ്ങനെ വണ്ടി എന്താ പറ്റി? എനിക്കാണെങ്കിൽ ടയർ മാറാനുള്ള ആരോഗ്യമില്ല. കുട്ടി പേടിച്ചു. ഞാൻ ഇവരെ ആശുപത്രി കൊണ്ടുപോയി. പിന്നെ പേടിച്ചു. ജംഗ്ഷൻ നിന്ന് പറഞ്ഞ ഇങ്ങനെ ഒരു വണ്ടിയോടെ കിടപ്പുണ്ട്, പുറകെ വന്നിട്ട് ടയറൊക്കെ മാറ്റി 2 മണിക്കൂർ വ്യത്യാസത്തിൽ കാറ് മുമ്പോട്ട്. അപ്പോൾ പേടി മാറുന്നില്ല. അമ്മയ്ക്ക് സംഭവിക്കുമോ? കുട്ടി ഭയപ്പെട്ട് തന്നെ സംഭവിച്ചു. ആശുപത്രി വളപ്പിലോട്ട് സൈക്കിളോട് ചെല്ലുമ്പോഴേക്കും ഇതേ അമ്മയെ വെള്ളപ്പതൊട്ടിച്ച് പുറത്തേക്ക്. പിന്നെ കുട്ടി കളിക്കാതെയായി ഒരു സംഘാതെ കുട്ടി കൗൺസിലിംഗ് കൊണ്ടുപോയപ്പോ അവിടെ നിന്ന് ആൾ തൊട്ടിയെടുത്തു. എന്നിട്ട് കുട്ടിയുടെ അമ്മയടുത്ത് പറഞ്ഞു, അപ്പനടുത്ത് പറഞ്ഞു, അതിന്റെ കയ്യിൽ നിന്ന് അബദ്ധം പറ്റിയുണ്ട്. അത് അയാളെ കണ്ടെന്ന് മാപ്പ് പറഞ്ഞ് തീരാവുന്ന പ്രശ്നമായിരുന്നു. ഞാൻ അപ്പനും മോണ്ടി ഇയാളെ തപ്പി പോവുകയും ഒറ്റക്കൊരാൾ പാകുന്നൊരു വീട്, എല്ലാ പ്രശ്നങ്ങളും ഒരു വീട്. അവിടെ ചെന്നിട്ട് വലിയ ഒന്നും ഒത്തിരി കുട്ടി പറഞ്ഞു, വലിയ അന്ന് ആ വണ്ടി ടയർ കുട്ടിയത് ഞാൻ വെച്ചാണ് കൊണ്ടാണ്. അങ്ങനെയാണ് വൈകിയതും വലിയ മരിച്ചു പോയി. ഒറ്റ കരച്ചില്ല. അല്ലെങ്കിൽ കുട്ടിയെ ചേർത്ത് വിളിച്ചിട്ട് പറഞ്ഞു, എടാ ആരോടും പറയാത്തൊരു രഹസ്യം തന്നത് അമ്മയെ ആശുപത്രിയിലോട്ട് എടുക്കുമ്പോൾ തന്നെ അമ്മ മരിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കാണിക്കാതെ കരുതി. ഈ നോണയുടെ പേരാണ് സുശേഷം. വളരെ വിഷമിച്ചിട്ടിരിക്കുന്ന മറ്റൊരു വിഷമിപ്പിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ മുഖങ്ങൾ എടുത്തു മാറ്റുന്നതാണ് ഉപവാസം. ഇത്തവണത്തെ നോക്കാന്ന് ഉറപ്പേട്ട ഈ മുഖങ്ങൾ എടുത്തു മാറ്റുന്നതാണ് ഉപവാസക്കാരുടെ എഴുതിയുള്ളത്. മുഖങ്ങൾ മാറ്റുന്നതാണ് ഉപവാസം. ശക്തമായ അവബോധം, ഒരു അവബോധം, സെയിം കോൺഷ്യസ്നസ്, ഒരു അവബോധം. കോൺഷ്യസ്നസ് ഇവിടുത്തെ രീതി അനുസരിച്ചിട്ട് ഒരു വാക്കിന്റെ സ്പെല്ലിംഗ് ചോദിക്കാൻ പാടില്ല, അറിയത്തില്ല. കൂട്ടക്ഷരത്തിൽ എഴുതാന്നുള്ള അദ്ദേഹം കൂട്ടക്ഷരം കണ്ടുപിടിച്ചിരിക്കാനാവുന്നത് പഴയ കേട്ടില്ലേ ഇന്റർവ്യൂ എവിടെ ചെക്കോസ്ലോവാക്യ സ്പെല്ലിംഗ് പോലെ അങ്ങനെ പറഞ്ഞാൽ നടക്കുന്നതെങ്കിലും ശരിക്കും ജനിച്ചത് ഗോവയിലാണ്. ഗോവയിലാണ് ഇത് തന്നെ വേണമെന്നില്ല. അതായത് വെറുതെ ഓർത്തോളൂ, നിന്റെ ഗുരു ഒരു നാമമല്ല, പ്രകൃതിയാണ്. യേശു നാമത്തിൽ വെറുതെ ഓർത്തോളണം. ആ നാട്ടിലെ ഏറ്റവും കോമണായ വാക്കായിരുന്നു ജോഷുവ. സ്ത്രീകളുടെ കോമണായ വാക്കാണ്
മേരി അല്ലേ? മേരികളാണ്. കുരിശിനോട് നോക്കി അറിയാലേ, യേശുവിന്റെ അമ്മയെ മേരി ഉണ്ടായിരുന്നു, പിന്നെ മംഗലക്കാരെ മറിയമുണ്ടായിരുന്നു, പിന്നെ മറ്റേ മേരി ഉണ്ടായിരുന്നു, പിന്നെ പലതരം മേരി. അത് കണക്ക് ഒരു കോമൺ നെയിമായിരുന്നു എന്ത്? അതുകൊണ്ട് ആ നാമത്തിൽ അതിൽ തന്നെ എന്തെങ്കിലും ഒരു ഭയങ്കര സംഭവം ഉണ്ടെന്നുള്ളത്. അപ്പൊ നാമമല്ല, ആ നാമം ഇപ്പൊ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന പ്രകൃതിയാണ് യേശു. യുവർ മാസ്റ്റർ എന്ന് പറയുന്ന സംഭവമാണ്. അല്ലെ ഒരു അവസ്ഥ പേരാണ് പ്രകൃതിക്കുള്ള ഒരു പ്രകൃതിയാണ് എന്റെ പേര്. പ്രാർത്ഥനയുടെ അവസാനിക്കാൻ നമുക്ക് 3 യാത്രയുടെ ഒടുവിൽ നിന്റെ അങ്കണപ്പോൾ സത്യമായി തിരിച്ചറിയണമേ. നിന്റെ അങ്കണത്തിലെത്തുമ്പോൾ സത്യമായി നീ തിരിച്ചറിയണം. തിരിച്ചു വരുമ്പോ എല്ലാവരും തിരിച്ചറിയപ്പെടുകയെന്നുള്ളതാണ് എല്ലാവരുടെയും പേടിയല്ലേ. എപ്പോഴും കഴിക്കാൻ ജോലി ചെയ്ത മനുഷ്യൻ ഇപ്പോഴല്ല, പണ്ടത്തെ ഒരു സാഹചര്യം അനുസരിച്ച് 3 വർഷമൊക്കെ കഴിഞ്ഞ അയാൾ നാട്ടിലോട്ട് തിരിച്ചു വരുമ്പോ അയാള് കൊടുത്ത ജീവിതത്തിന്റെ ഒരു ത്യാഗം, ഈ വീട് റെക്കഗ്നൈസ് ചെയ്യണം. പേടിയില്ലേ? എന്താണ് വേണ്ടെന്ന് വെച്ചത്, അതിനെ ഈ വീട് അപ്ഡേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. തിരികെ വരുമ്പോ നമ്മൾ അറിയപ്പെടുവാന്നുള്ള സംഗതി നമ്മൾ അറിയുള്ളൂ. പക്ഷെ അറിവിന് വേണ്ടി ഉപയോഗിക്കുന്ന വാക്ക് ബുദ്ധിപരമായ അറിവ് കേട്ടത്. ബുദ്ധിപരമായിട്ട് എല്ലാവർക്കും അറിയാം കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അറിവിന് വേണ്ടി യേശു ഉപയോഗിക്കുന്ന വാക്ക് വെറുതെ ഓർത്ത് വെച്ചോളൂ. ഫിസിക്കൽ ഇന്റിമസിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന അതേ വാക്കാണ് യേശു ഉപയോഗിക്കുന്നത്. സ്ത്രീ പുരുഷ സംയോഗത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ് അവൻ അവിടെ അറിഞ്ഞു, അല്ലെങ്കിൽ ജോസഫ് മേരി അറിഞ്ഞിട്ട് എന്തിനു ഉപയോഗിക്കുന്ന അതേ വാക്കാണ് അവിടെ തന്നെ അറിയുന്ന പറയാൻ ഉപയോഗിക്കുന്ന വാക്ക്. ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? അതുകൊണ്ട് ഈ ദാമ്പത്തിലെ അറിവൊക്കെ ശരീരത്തിലാണോ അല്ല ബുദ്ധിയിലാണോ? ഇതൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു പുതിയ അറിവിന്റെ പേരാണ് എന്ത്? ദൈവം. പുതിയ അറിവ്, പുതിയ സബ്ജക്റ്റാണ്.